അപ്പോൾ ചെറിയ ടോക്ക് വന്നു, എനിക്ക് ഇത് കണക്ക് വീഡിയോ ഡയറക്റ്റ് ചെയ്യാൻ അറിയത്തില്ല, അഭിനയിക്കാൻ അറിയത്തില്ല എന്നൊക്കെ വന്നു. അതിന് വേണ്ടിയിട്ട് ഞാൻ ഡയറക്റ്റ് ചെയ്തു. ഞാൻ അജീഷ് കാണിച്ചു കൊടുക്കാന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ ചലഞ്ച് ചെയ്യുന്നത്. ആദ്യമേ നമ്മളൊന്ന് മൈൻഡ് ഡൗൺ ആക്കിയ ആൾക്കാർ ആരും അക്സെപ്റ്റ് ചെയ്യുന്നില്ല, ആദ്യമേ ഉള്ള റീച്ച് ഒന്നുമില്ല. പക്ഷെ ഒരു 2-3 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് മറ്റേതിലേക്കായി റീച്ച് ഈ വീഡിയോയ്ക്ക് കയറുന്നു. അപ്പോൾ പിന്നെ ഒരു റൂമർ കേൾക്കുന്നു, പിന്നെ അഭിനയിക്കാൻ അറിയത്തില്ല, ഡയറക്റ്റ് ചെയ്യാൻ ആരെയും കൊണ്ടും പറ്റും എന്നുള്ളത്. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജോലി എന്നാണെങ്കിൽ കൂടെ കമ്പാനിയൻസ്, അവർ സുഹൃത്തുക്കളല്ല. നമ്മൾ ഓരോ ഫീൽഡിൽ നിൽക്കുമ്പം ഇപ്പം ഞാനിപ്പോൾ വീഡിയോ ഫീൽഡിൽ നിന്നുണ്ടെങ്കിൽ അവർ വീഡിയോ ആ ഒരു മൈൻഡ് സെറ്റിൽ നിന്ന ആൾക്കാരാണ്, ഒരിക്കലും ഫ്രണ്ട്സ് അല്ല. ഞാൻ ഒരു ഫ്രണ്ട് സെറ്റപ്പിലാണ് അവരെ കണ്ടിരുന്നത്. അപ്പോൾ നമ്മളെ ഫ്രണ്ടായിട്ട് കാണാതെ വന്നപ്പോൾ ഉണ്ടായ കുറച്ച് മിസ്റ്റേക്ക്. ഞാൻ കൂടുതൽ ആത്മാർത്ഥം നൽകിയപ്പോഴത്തേക്ക് അത് ചോറായിപ്പോയി. പണ്ട് സിനിമയെന്നും പറഞ്ഞ് കുറേ ഇറങ്ങി, കുറേ ഡയറക്ടർമാർ പൈസയൊക്കെ പറ്റിച്ച്, അങ്ങനെ പിന്നെ വീട്ടിൽ നിന്നുള്ള വെറുപ്പ്, നാട്ടിൽ നിന്നുള്ള വെറുപ്പ്, കൂട്ടുകാരന്മാർ കളിയാക്കൽ. അങ്ങനെ ഒരു ദിവസമാണ് ഞാൻ വിഷ്ണുവിനെ വിളിക്കുന്ന ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാമെന്ന് പറഞ്ഞു. എൻ്റെ ചാനൽ. ഇതിനെക്കുറിച്ച് ഒന്നും എനിക്കറിയില്ലായിരുന്നു. വിഷ്ണു ആയിരുന്നു എൻ്റെ കൂടെ എല്ലാത്തിനും നിന്നത്. പകുതി മുക്കാലും എനിക്ക് തോന്നുന്നു ജീവിതത്തിലുണ്ടാകുന്ന അനുഭവങ്ങളായിരിക്കും. യൂട്യൂബ് ചാനലിലെ കണ്ടന്റ് ഫുള്ള് ലൈഫ് കടന്നതും ചില സമയത്ത് ഇവൻ ചെയ്യുന്നത് എന്നെ വെച്ച് ചെയ്യുന്നതായിരിക്കും, അതിന് ജീവിതത്തിൽ അനുഭവം വരും. ഞാൻ ചിലത് ക്രിയേറ്റ് ചെയ്യുന്നത് ഫ്യൂച്ചറിൽ ഉണ്ടാവാറുണ്ട്. 3 വീഡിയോ ഇവൻ ചെയ്ത് 3 എൻ്റെ ഫ്യൂച്ചർ ഉണ്ടായിട്ടുണ്ട്. ഒരു മൊബൈലിൽ ഡിസ്പ്ലേ പൊട്ടുന്ന ഒരു വീഡിയോ ചെയ്ത് ഡിസ്പ്ലേ പൊട്ടും. സെറ്റപ്പ് ഒരു ഷോർട്ട് ഫിലിം ചെയ്തായിരുന്നു, നല്ല ഇതുള്ള ഷോർട്ട് ഫിലിം ആയിരുന്നു. സെയിം സെറ്റപ്പ് ഇപ്പോൾ ഒരു വർഷം മുമ്പ് അത് സംഭവിച്ചു കഴിഞ്ഞു. ചില വീഡിയോസ് പറയുമ്പോൾ എനിക്ക് പേടി വരും, ഇനി ഇതങ്ങനെ സംഭവിച്ചാലോ, അങ്ങനെ ഒരു പേടി വരും. ഞാനും അമ്മയും അത്രയ്ക്ക് ടച്ചായിരുന്നു എൻ്റെ അമ്മ. ഞാനൊരു നല്ലൊരു കലാകാരിയാകണമെന്നും പാട്ട് പഠിപ്പിക്കണമെന്നും ഒക്കെ എൻ്റെ അമ്മയ്ക്ക് നല്ല ആഗ്രഹമുള്ള ഒരു വ്യക്തിയായിരുന്നു. എൻ്റെ അമ്മയെ ഞാൻ ഓർക്കും. അകലക്കിനാവിൻ്റെ ഉമ്മറത്തെന്നമ്മ അരികെ വായെന്നോതി മാടി വിളിക്കവേ. സിനിമയല്ല, കൂടുതൽ അതുക്കും മേലെ ഓരോ കാലഘട്ടത്തിൽ എടുത്താലും സ്റ്റോറി ചെയ്യാൻ പറ്റും. എനിക്ക് ലൈഫ് ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ അങ്ങനെ. ഇവൻ്റെ ഈ ഒരു പ്രായത്തിലുള്ള ചെറുപ്പക്കാർ, ഈ ഒരു പ്രായത്തിലുള്ളവർ മാക്സിമം കുറച്ച് എൻജോയ് ചെയ്യാനും ഹാപ്പിയായിട്ട് നടക്കാനും വീട്ടുകാരെ നോക്കേണ്ട ആവശ്യമില്ല, അങ്ങനെയൊന്നും ആയിരിക്കും. പക്ഷേ വിഷ്ണുവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. അവൻ്റെ ഒരു അടിച്ചു പൊളിക്കേണ്ട സമയത്തിന് മുമ്പേ തന്നെ ഒരു കുടുംബത്തെ എടുത്ത് ജീവിതഭാരം എടുത്താലേ വെച്ചതാണ്. ഹായ്, ഹലോ, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഞാൻ സ്നേഹ. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് യൂട്യൂബ് ലോകത്തെ ഒരു വലിയ വമ്പൻ ടീമാണ്. ഒരു 1.52 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ള വിഷ്ണു പോർക്കുളോ ആണ് നമ്മുടെ കൂടെ ഉള്ളത്. വിഷ്ണുവിൻ്റെ കൂടെ വിഷ്ണു ഉണ്ട്, നമ്മുടെ ഇന്ദുലേഖ ആൻറ്റി ഉണ്ട്, അജീഷ് ചേട്ടനുണ്ട്. സ്വാഗതം. എല്ലാവരും ഇങ്ങനെ ഇവരുടെ നാട്ടിൽ കൊല്ലത്ത് ഉത്സവം നടക്കുകയാണ് കേട്ടോ. ഞാൻ അവിടുന്ന് ഇവരെ ഇങ്ങനെ പിടിച്ച് ഇവിടെ ഇരുത്തിയേക്കുവാണ്. അപ്പോൾ ഇവരുടെ മനസ്സ് ഫുള്ള് അവിടെയാണോ? ആന്റിയുടെ മനസ്സ് അവിടെയാണ്. ആന്റി പറഞ്ഞായിട്ട് നമ്മുടെ നാട്ടിൽ ഉത്സവമൊക്കെ നടക്കുമല്ലേ, എവിടെ തിരുവാതിര നടക്കുന്നുണ്ടല്ലേ, അതെ, ഇവിടെ കൊണ്ട് ഇരുത്തിയേക്കുവാണ്. ആന്റിയുടെ മനസ്സ് ഫുൾ അവിടെയാണ്, തിരുവാതിരയൊക്കെ കാണാൻ വേണ്ടി. അപ്പൊ നമുക്ക് പെട്ടെന്ന് വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ട് ആന്റി പെട്ടെന്ന് നമുക്ക് തിരുവാതിര കാണാൻ വേണ്ടി വിടാം. അപ്പോഴത്തേക്ക് തീരും. അപ്പൊ കണ്ടോ വിഷമം പറയുന്നുണ്ടോ? ഇന്നലെ ഉണ്ടായിരുന്നു. ഈ നാട്ടിലെ മെയിൻ ഉത്സവമാണ് ആന്റി. വർഷങ്ങളായി ഉത്സവം വന്നിട്ട് അമ്പലമണിയൊക്കെ ആയതുകൊണ്ട് ഉത്സവമൊക്കെ ഇല്ലാതിരുന്ന. അപ്പൊ കുറെ വർഷങ്ങൾക്ക് ശേഷം ഉത്സവം. അമ്പലമണിയായിരുന്നു. 2.5 വർഷമായി തുടങ്ങിയിട്ട്. അതെല്ലാം കഴിഞ്ഞ പേരില്ലേ ആ പോർക്കുളം മഹാവിഷ്ണു ക്ഷേത്രം. സത്യം പറഞ്ഞാൽ പോർക്കുളം എന്ന് വെച്ചാൽ തൃശ്ശൂർ സ്ഥലത്തിന്റെ പേരാ. ഞാൻ ഈ പോർക്കുളം എന്നുള്ള പേരിട്ടത് ഈ അമ്പലത്തിനെ ബേസ് ചെയ്തിട്ടാ. അതാണ് ഈ വിഷ്ണു പോർക്കുളം. ഞാൻ ഇങ്ങനെ വിചാരിച്ചു ഇതെന്താണ് ഈ പോർക്കുളം എന്നുള്ളൊരു പേര്. സാധാരണ എല്ലാവരും കുറച്ച് മറ്റേ ഈ ടെക്നിക്കലി അല്ലെങ്കിൽ കുറച്ച് വൈബ്രന്റ് ആയിട്ടുള്ള പേരുകളൊക്കെ ചൂസ് ചെയ്യുമ്പോഴത്തേന് വിഷ്ണു എന്താ ഇങ്ങനെ ഒരു പേരിട്ടെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചു. അപ്പോൾ ഇതായിരുന്നു ഇതിന്റെ ഒരു ഐതിഹ്യം. സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഉത്സവങ്ങളുടെ വീഡിയോ എടുക്കുമായിരുന്നു. അപ്പൊ ഞങ്ങളുടെ അമ്പലത്തിന് അപ്പൊ എനിക്ക് തോന്നിയൊരു ഐഡിയ ആണ്. പുലിയില, ഞങ്ങളുടെ സ്ഥലത്തിന് ഒരു പുലിയിലാണ്. അപ്പൊ വിഷ്ണു പുലിയില കേൾക്കാൻ രസമില്ല. അപ്പൊ ഞങ്ങളുടെ അമ്പലത്തിന്റെ പേര് വിഷ്ണു പോർക്കുളം. കേൾക്കാനൊരു രസമുണ്ട്. നമ്മളെ ആ ഒരു ഐതിഹ്യവും എല്ലാമായിട്ട് പോവുകയും ചെയ്യും. അങ്ങനെ സെലക്ട് ചെയ്തിട്ട പേര്. ഓക്കെ. എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ പിന്നെ ഈ വിഷ്ണു പോർക്കുളം നോക്കിയുള്ള? കാരണം ആദ്യമൊക്കെ നമ്മൾ തുടങ്ങിയിട്ട് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ചേഞ്ച് ചെയ്യാം, കുറച്ചുകൂടെ വെറൈറ്റി പേരൊക്കെ പിടിക്കാൻ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട്? ഇടയ്ക്ക് തോന്നിയിട്ടുണ്ട്. ചില ആൾക്കാർ ഈ പോർക്കുളത്തിന്റെ ഓയൊക്കെ മാറ്റുമ്പോൾ ചിലപ്പോൾ തോന്നിയിട്ടുണ്ട്. പിന്നെ വേണ്ട, എനിക്ക് അതിനോട് ഭയങ്കര ഇഷ്ടമാണ് ആ പേര് വിളിച്ച് കേൾക്കാൻ. കുട്ടികളൊക്കെ പോർക്കുളം ഇങ്ങനെ വിളിക്കും. അപ്പം നല്ല രസമാണ് കേൾക്കാൻ. അതുകൊണ്ട് പിന്നെ തോന്നിയിട്ടില്ല. പക്ഷെ ചില ആൾക്കാർക്ക് ഈ വായിക്കാൻ അറിയാത്തോണ്ടാന്ന് എന്തോന്ന് അറിയത്തില്ല, അവര് വായിക്കുമ്പോ വേറെ ഇതൊക്കെ വരുന്നുണ്ട്. ഓക്കെ. ഇപ്പൊ നമ്മള് ഇതിനകത്ത് ഇപ്പൊ പറഞ്ഞു ഉത്സവത്തിന്റെ ഒക്കെ ആയിരുന്നു ആദ്യം തുടക്കത്തിലേക്ക് ഇട്ടിരുന്നത്. പിന്നെ എപ്പോഴാണ് ഈ കണ്ടന്റ് ക്രിയേഷനിലേക്ക് കടന്നത്? ഇതൊരു ലോങ് സ്റ്റോറിയാണ്. ഇതിനകത്ത് പെട്ടെന്ന് പറഞ്ഞാൽ തീരുമെന്ന് അറിയത്തില്ല. പക്ഷെ ഷോർട്ടാക്കി പറയാം. പറയണോ? ചെറുതായിട്ട് പറഞ്ഞാൽ മെയിൻ ഒരു വലിയ കഥയാണ്. കഥ ചെറുതാക്കി പറയാം. ഞാൻ ആദ്യം ഉത്സവങ്ങളൊക്കെ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം നമ്മളുടെ ഇവിടെ അടുത്ത് തന്നെയുള്ള കുറച്ച് കൂട്ടുകാർ വീഡിയോസ് ചെയ്യാൻ താല്പര്യമുണ്ട്, കണ്ടന്റ് വീഡിയോസ്. ടിക്ടോക്ക് ഫേമസ് ആയ സമയമാണ്.
അങ്ങനെയാണ് അവരെൻ്റെ അടുത്ത് വന്നത്. എനിക്ക് ആ സമയത്ത് എഡിറ്റിങ്ങും വീഡിയോ ഷൂട്ട് ചെയ്യുന്നതൊക്കെ ഭയങ്കര ക്രേസാണ്. അപ്പോൾ അവിടെ ഉള്ളവർ എല്ലാവരും തിരക്കിയപ്പോൾ ഞാനാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവരിങ്ങനെ എൻ്റെ അടുത്തോട്ട് വന്ന് അപ്പം ഞാൻ ഇവിടുന്ന് പോയി അവർക്ക് വീഡിയോസൊക്കെ എടുത്ത് കൊടുത്ത് അങ്ങനെ ഇരുന്ന സമയത്ത് ടിക്ടോക്കൊക്കെ ബാനായി. പിന്നെ അവരുടെ ഇടയിൽ ചെറിയ പ്രശ്നങ്ങൾ ഞാനായിട്ടൊക്കെ വന്ന് അപ്പോഴത്തേക്ക് എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കണ്ടന്റ് വീഡിയോസ് അപ്പോൾ ചെറിയ ടോക്ക് വന്നു, എനിക്ക് ഇത് കണക്ക് വീഡിയോ ഡയറക്റ്റ് ചെയ്യാൻ അറിയത്തില്ല, അഭിനയിക്കാൻ അറിയത്തില്ല എന്നൊക്കെ വന്നു. അപ്പോൾ ഞാൻ എന്തോ ചെയ്തു, അതിന് വേണ്ടിയിട്ട് ഞാൻ ഡയറക്റ്റ് ചെയ്തു. ഞാൻ അജീഷ് കാണിച്ചു കൊടുക്കാന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ ചലഞ്ച് ചെയ്യുന്നത്. ചലഞ്ച് ചെയ്യുന്നിടത്ത് എനിക്ക് അക്സെപ്റ്റ് ചെയ്ത് ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. ഒന്നും ഇല്ലെങ്കിലും ചുമ്മാ ഒരു റിവെഞ്ച് പോലെ ചെയ്തു തുടങ്ങാൻ ഭയങ്കര ഇഷ്ടം. അങ്ങനെയാണ് അജീഷനെ വെച്ച് വീഡിയോ ചെയ്യുന്നത്. അജീഷന, സതീഷ് അവരെല്ലാവരും കൂടെ ഉള്ളവരെ വെച്ച് ഞാൻ ആരെ കിട്ടുന്നവരെ വെച്ച് വീഡിയോ ചെയ്യും. അങ്ങനെ വീഡിയോ ചെയ്ത് കുറച്ച് വന്നപ്പോഴത്തേക്ക് വീഡിയോക്ക് റീച്ച് ഒക്കെ ഉണ്ട്, നല്ല കണ്ടന്റ് ഒക്കെ ക്വാളിറ്റിയുള്ള ആൾക്കാരെല്ലാം നല്ല അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ആദ്യമേ ഇല്ലായിരുന്നു, ആദ്യമേ നമ്മളൊന്ന് മൈൻഡ് ഡൗൺ ആക്കിയ ആൾക്കാർ ആരും അക്സെപ്റ്റ് ചെയ്യുന്നില്ല, ആദ്യമേ ഉള്ള റീച്ച് ഒന്നുമില്ല. അപ്പോൾ ഞാൻ ഭയങ്കര ഡൗൺ ആയി. പക്ഷെ ഒരു 2-3 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് മറ്റേതിലേക്കായി റീച്ച് ഈ വീഡിയോയ്ക്ക് കയറുന്നു, എന്നിട്ട് ആൾക്കാർ കണ്ടന്റ് അക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ പിന്നെ ഒരു റൂമർ കേൾക്കുന്നു, പിന്നെ അഭിനയിക്കാൻ അറിയത്തില്ല, ഡയറക്റ്റ് ചെയ്യാൻ ആരെയും കൊണ്ടും പറ്റും എന്നുള്ളത്. അങ്ങനെയാണ് ഞാൻ ഈ ഫീൽഡിലോട്ട് വന്നു തുടങ്ങിയത്. ഇപ്പൊ പറഞ്ഞു ഒരു ഇഷ്യൂ ഉണ്ടായെന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മള് കുറെ പ്രാവശ്യമായിട്ട് ഇങ്ങനെ പല ആൾക്കാരിൽ നിന്നും അല്ലെങ്കിൽ ഇങ്ങനെ ചാനൽസിലൊക്കെ ഇങ്ങനെ കേട്ടു, ഇഷ്യൂ ആയി, നമ്മൾ സുഹൃത്തുക്കളായിരുന്നു, പിരിഞ്ഞു. അതിപ്പോ നമ്മൾക്ക് സുഹൃത്തുക്കളുടെ സൗന്ദര്യപ്പണക്കം ഒക്കെ ഉണ്ടാവും. എന്നാലും എന്താണ് അതിനൊരു സുഹൃത്തുക്കളല്ല. ഞാനൊരു വീഡിയോക്കകത്ത് ചെയ്തിട്ടുണ്ട്. അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയത്തില്ലേ, ഇപ്പൊ കോളേജിൽ പഠിക്കാൻ പോകുന്ന സമയത്തുണ്ട് കൂടെ കമ്പാനിയൻസ്, കൂടെ പഠിക്കുന്നവർ, അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജോലി എന്ന് പറഞ്ഞാൽ കൂടെ കമ്പാനിയൻസ്, അവർ സുഹൃത്തുക്കളല്ല. നമ്മൾ ഓരോ ഫീൽഡിൽ നിൽക്കുമ്പം ഇപ്പം ഞാനിപ്പോൾ വീഡിയോ ഫീൽഡിൽ നിന്നുണ്ടെങ്കിൽ അവർ വീഡിയോ ആ ഒരു മൈൻഡ് സെറ്റിൽ നിന്ന ആൾക്കാരാണ്, ഒരിക്കലും ഫ്രണ്ട്സ് അല്ല. ഞാൻ ഒരു ഫ്രണ്ട് സെറ്റപ്പിലാണ് അവരെ കണ്ടിരുന്നത്. ബട്ട് അവരുടെ അല്ല, അവരുടെ പോയിന്റ് ഓഫ് വ്യൂ എന്തായിരുന്നു, വീഡിയോ ക്രിയേഷൻ അതൊക്കെയായിരുന്നു. അപ്പോൾ നമ്മൾ ഫ്രണ്ടായിട്ട് കാണാതെ വന്നപ്പോൾ ഉണ്ടായ കുറച്ച് മിസ്റ്റേക്ക്. ഞാൻ ഫ്രണ്ടായിട്ട് കൂടുതലായിട്ട് കണ്ടിരിക്കുന്നു, പക്ഷേ അവർ കണ്ടിട്ടുന്നില്ല. അപ്പം ഞാൻ കൂടുതൽ ആത്മാർത്ഥം നൽകിയപ്പോഴത്തേക്ക് അത് ചോറായിപ്പോയി ആത്മാർത്ഥത. അപ്പോൾ ഉണ്ടായ കുറച്ച് പ്രശ്നങ്ങൾ, അത് പിന്നെ 4-5 പ്രാവശ്യം 4 പ്രാവശ്യം ഈ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. 4 പ്രാവശ്യം ഡിഫറെന്റ് 4 പ്രാവശ്യം. എന്നിട്ട് ഞാൻ പഠിച്ചിട്ടില്ല, അതാണ് പ്രശ്നം. സെയിം സംഭവം, പക്ഷെ ഓരോ ടീമിന്റെ ബേസിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ കണ്ടന്റ് ക്രിയേഷനിൽ എപ്പോഴാണ് അജീഷ് ഏട്ടനും ഇന്ദു ചേച്ചിയൊക്കെ കടന്നു വന്നത്? ഇവര് ഞാൻ പറഞ്ഞില്ലേ, അവർക്ക് എനിക്ക് ഞാൻ പറയാം ഡയറക്റ്റ് ചെയ്യാൻ ഒരു ഓപ്ഷൻ കിട്ടിയെന്ന് പറയും, എനിക്ക് ചെയ്യാൻ കഴിയില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് അജീഷേട്ടൻ വരുന്നത്. ഇത് ഞാൻ ഇന്ദു ചേച്ചി വരുന്നത് ഏറ്റവും ലാസ്റ്റാണ്. ലാസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഓപ്ഷൻസ് ഇല്ലാതെ കുറഞ്ഞ ആൾക്കാരെല്ലാം ഇങ്ങനെ ചുരുങ്ങി അവസാനം അജീഷേട്ടൻ മാത്രമുണ്ട്. അജീഷേട്ടൻ ഞാനും മാത്രമുണ്ട്. എൻ്റെ കണ്ടന്റ് ക്രിയേഷൻ ഫുള്ള് ഇതായി. ഞാൻ 2 പേരെ വെച്ച് ഞാൻ എന്തോ ചെയ്യും, ഞാനിങ്ങനെ ആലോചിക്കുക. അപ്പോഴാണ് ഞാൻ ഇന്ദു ചേച്ചി ഞങ്ങളുടെ ബന്ധുവാണ്, പക്ഷെ മാമി എന്ന് പറയും, അമ്മയുടെ മാമിയാണ് ഇന്ദു ചേച്ചി. ഇന്ദു ചേച്ചി അടുത്ത് ഇങ്ങനെ, ഇന്ദു ചേച്ചി നാടകമൊക്കെ അഭിനയിക്കുന്നത്. ഇന്ദു ചേച്ചി പറഞ്ഞു അജീഷേട്ടൻ പറയാം, എങ്ങനെയാണ് നമ്മുടെ ഇതിലേക്ക് കടന്നു വന്നത്? ഒരു ദിവസം നമ്മളിങ്ങനെ വീട്ടിലിരുന്നപ്പോൾ വന്ന് വിളിച്ചു ചോദിച്ച്, പിന്നെ ചേച്ചി ഇത് കണക്ക്, എന്നെ ചേച്ചി എന്നാണ് വിളിക്കുന്നത്, ചേച്ചി ഇത് കണക്കൊന്ന് അഭിനയിക്കാൻ പറ്റിയ ഒരു കുട്ടിയുടെ അമ്മയായിട്ട്. അപ്പം ഞാൻ മറ്റൊന്നും ആലോചിച്ചില്ല, ഞാൻ പറഞ്ഞു ഓക്കെ. കാര്യം പഴയ കാലത്തൊക്കെ നമ്മൾ ഈ വായനശാലയിലൊക്കെ പരിപാടിയിലും അല്ലാതൊക്കെ ഇച്ചിരി അഭിനയിച്ചുള്ള ഇത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ കിടക്കുന്ന. പിന്നെ വിവാഹമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇതെല്ലാം അങ്ങ് തഴിഞ്ഞില്ല നമ്മുടെ കിടക്കുന്ന കാരണം എനിക്ക് എന്തോ ഒരു ആകാംക്ഷ തോന്നി. അപ്പോഴേ ഞാൻ പെട്ടെന്ന് പറഞ്ഞു അതിനെന്താ ഞാനങ്ങ് അഭിനയിക്കാമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ വിചാരിക്കുന്നതിൻ്റെ നാടകത്തിൽ അഭിനയിക്കുന്ന കണക്കാണ് ഇതിൽ എന്നുള്ള രീതിയായിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷേ ഇവിടെ വന്നപ്പോൾ ആദ്യത്തെ ഷോട്ടൊക്കെ അങ്ങ് ഓക്കെ ആയി, അത് പറഞ്ഞു തന്നണക്ക് ഞാനങ്ങ് അഭിനയിച്ചു. പിന്നെ നമ്മൾ സ്വന്തമായിട്ട് ഡയലോഗ് പറയാൻ നേരത്ത് ഇടയ്ക്കൊക്കെ 1-2 പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ വന്ന് ആദ്യത്തെ 2 വീഡിയോയിലൊക്കെ എങ്കിലും അത് നല്ല രീതിയിൽ ഓടി. 2 വീഡിയോയിലൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്ന് പിന്നെ 1-2 പ്രാവശ്യമൊക്കെ പറഞ്ഞു തരുമ്പോഴത്തേക്ക് അങ്ങ് ഓക്കെ ആവും. കാരണം നമ്മുടെ മനസ്സിലെ ഉള്ളിൽ ഇതിങ്ങനെ കലയോടുള്ള ഒരു ആത്മാർത്ഥത കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുടുംബമായിട്ട് മാമനും അപ്പൂപ്പനും എല്ലാവരുമായിട്ട് ഈ വായനശാല പരിപാടികൾ വരുമ്പം ഞങ്ങളുടെ ആ ചിറ്റപ്പൻ തന്നെ സംവിധാനം ചെയ്യുന്ന നാടകത്തിൽ ഞങ്ങൾ തന്നെ ഒരു കുടുംബം അങ്ങ് അഭിനയിക്കുക. പിന്നെ ചിറ്റപ്പനെന്ന് വെച്ച് കഴിഞ്ഞാൽ സോപാനത്തെ നമ്മുടെ കാവാലം നാരായണ പണിക്കരുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ അമച്ചോ നാടകത്തിലേക്ക് ഒരു കലാകാരനായിരുന്നു, ബോസ് എന്ന പേര്. അങ്ങനെ പുള്ളിക്കാരന് ജോലിയായപ്പം പിന്നെ അതൊക്കെ അങ്ങ് വിട്ട് അങ്ങനെയൊക്കെയുള്ള ഇത് കൊണ്ടാണ് പിന്നെ വിവാഹം കഴിഞ്ഞപ്പം പിന്നെ അതെല്ലാം അങ്ങും പോയി. പിന്നെ കൊച്ചു ചെറിയ രാഷ്ട്രീയമായിരുന്നു, മെമ്പറായിരുന്നു 5 വർഷം, അങ്ങനെയൊക്കെ ഉള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വിവാഹം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് പിന്നെ കുടുംബകാര്യങ്ങൾ, കൃഷി അങ്ങനെയുള്ള അദ്ദേഹത്തെ സഹായിച്ച് ഒരു വീട്ടമ്മയായിട്ട് അങ്ങ്
നമ്മളങ്ങ് നിന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ വിഷ്ണു പോർക്കുളം വിളിക്കുന്നത്. നമ്മൾ ചാടി കയറി ഓക്കെ പറഞ്ഞത്. ഈ ചാടി കയറി ഓക്കെ പറഞ്ഞു, പക്ഷെ വന്നപ്പോഴത്തേന് പണി പാളിയെപ്പോഴെന്തോ. പണി പാളിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നാടകത്തിന്റെ ഒരു ടച്ച് വരും. എങ്ങനെയൊക്കെ പോയാലും ആ ഡയലോഗ് ഇഞ്ഞ് കയറി വരും. നമ്മൾ സാധാരണ സംസാരിക്കുന്ന രീതി മതിയെന്ന ഇതിന്, പക്ഷെ അതല്ലേ പറഞ്ഞു വരുമ്പോൾ ഈ നാടകത്തിന്റെ പിന്നെ അവനെ ആദ്യമൊക്കെ ഇങ്ങനെ അങ്ങ് ചൊറിയുമായിരുന്നു, ദേഷിക്കും. പിന്നെ അവൻ എന്തിനാ അവനെ വിഷമിക്കുന്നത്, ഞാൻ പറഞ്ഞു തരുന്ന കണക്കൊക്കെ അങ്ങ് ആക്കാം. അങ്ങനെ വന്ന് പക്ഷെ ഇപ്പം ഫുൾ ഓക്കെ ആണെന്ന് നമ്മുടെ ഡയറക്ടർ പറഞ്ഞാലേ അറിയാൻ പറ്റും. അജീഷനാണ് മെയിൻ ബാക്ക്ഗ്രൗണ്ട് ഉള്ളത്. അജീഷൻ ഭയങ്കര ബാക്ക്ഗ്രൗണ്ട്. അജീഷനാ ചോദിക്കേണ്ടത്. പണ്ട് സിനിമയെന്നും പറഞ്ഞ് കുറെ ഇറങ്ങി, കുറെ ഡയറക്ടർമാർ പൈസയൊക്കെ പറ്റിച്ച്, ഒരു ഡയറക്ടർ പിള്ളേർ പേര് ഞാൻ പറയുന്നില്ല, ഒരു ഡയറക്ടർ നമ്മളെ കൊണ്ട് ഈ കേരളത്തിൻ്റെ മൊത്തം സ്ഥലങ്ങളിലെ ആൾക്കാരെ പരിചയപ്പെടുത്താമെന്നും പറഞ്ഞ് നമ്മുടെ ചിലവിൽ പുള്ളി നമ്മൾ തന്നെ കാറ് വാടകയ്ക്ക് എടുത്ത് അങ്ങനെ കുറേ സഞ്ചരിച്ച് കുറേ പൈസ കൊടുക്കണം. അങ്ങനെ അതിൽ നിന്ന് പിന്നെ എനിക്ക് തരുന്ന റോളെല്ലാം ജൂനിയർ ആർട്ടിസ്റ്റ്. എനിക്ക് അറിയത്തില്ല, ഞാൻ ഏതാണ്ട് കോളേജ് പഠിത്തമൊക്കെ കഴിഞ്ഞ് ഗൾഫിൽ പോയിട്ടൊക്കെ വന്നതിന് ശേഷം പിന്നെ ഇതിൻ്റെ ഈ ഒരു ഫീൽഡിലായിരുന്നു. അങ്ങനെ പിന്നെ വീട്ടിൽ നിന്നുള്ള വെറുപ്പ്, നാട്ടിൽ നിന്നുള്ള വെറുപ്പ്, കൂട്ടുകാരന്മാർ കളിയാക്കൽ. അങ്ങനെ ഒരു ദിവസമാണ് ഞാൻ വിഷ്ണുവിനെ വിളിക്കുന്ന ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാമെന്ന് പറഞ്ഞു, എൻ്റെ ചാനൽ. ഇന്ന് വിഷ്ണു ആയിരുന്നു ഫുൾ സപ്പോർട്ട്. എനിക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. മോണിറ്റൈസേഷൻ ഓണാകുന്നത്, ഇതിന് ഫണ്ട് എടുക്കുന്നത്, ഇതിനെക്കുറിച്ച് ഒന്നും എനിക്കറിയില്ലായിരുന്നു. ഇന്ന് വിഷ്ണു ആയിരുന്നു എൻ്റെ കൂടെ എല്ലാത്തിനും നിന്നത്. അതിനുശേഷം അവനൊരു സ്റ്റേജിൽ നമ്മൾ എത്തിച്ചു തന്നു. അതായത് ഇതിന് അജിഷേട്ടൻ ബ്ലോഗ് ചെയ്ത് തുടങ്ങിയാൽ ഇങ്ങനെ ഫണ്ട് വരും എന്നുള്ള ഒരു സ്റ്റേജ് നമുക്ക് എത്തിച്ചു തന്നു. അതിനുശേഷമാണ് പിന്നെ വിഷ്ണു ഈ ഒരു കണ്ടന്റ് ക്രിയേറ്റ് എന്നുള്ള ആ ഒരു രീതിയിലോട്ട് പോയതും നമ്മുടെ സപ്പോർട്ടും കാര്യങ്ങളോട്ടെല്ലാം നിന്നത്. ഇപ്പം ഞാൻ എൻ്റെ വിഷ്ണു ക്ലാസ്സിൽ പോകുന്ന സമയത്ത് വിഷ്ണുവിൻ്റെ അനിയനാണ് എനിക്ക് സപ്പോർട്ട് വീഡിയോ എടുക്കാനല്ല. കാരണം നമുക്ക് ലോങ് വീഡിയോ ആണല്ലോ, പല ഫാമുകളിൽ പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ തിരക്കുകയും അപ്പം പുതിയ തലമുറകൾ കൃഷിയിലോട്ട് വരാൻ വേണ്ടിയിട്ടുള്ള അതിനോടൊരു ആഗ്രഹം തോന്നിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പം വിഷ്ണു ക്ലാസ്സിൽ പോകുന്ന സമയത്ത് ഹരി എൻ്റെ കൂടെ കാണും, വിഷ്ണുവിന് ക്ലാസ്സിലുള്ള സമയത്ത് ഞങ്ങളെല്ലാം വിഷ്ണുവിൻ്റെ കൂടെ കാണും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ഒരുമിച്ച് നിന്നാണ് നമ്മളിപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ടീം ഇത്രയും പേരല്ല, കുറെ ആൾക്കാരുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടന്റാണ്, പല കണ്ടന്റുകൾ വരുന്നത്. അപ്പോഴത്തേക്ക് ഇപ്പം എൻ്റെ അനിയൻ തന്നെ സപ്പോർട്ട് ചെയ്യാൻ അനിയൻ്റെ കൂട്ടുകാരനുണ്ട്, ഇനി അടുത്തുള്ളവരെല്ലാവരും ഉണ്ട്. അപ്പം അവരെല്ലാവരും ഇൻവോൾവ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. ഇപ്പം ലക്ഷ്മി അമ്മയുണ്ട്, അമ്മ കാലൊടിഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങോട്ട് വരാൻ. ഇപ്പം താഴോട്ട് പോയേക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു തന്നെയാണ്. ഞാനാണെങ്കിൽ മറ്റേ വിഷ്ണുവിന്റെ ഇന്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ വിഷ്ണുവിന്റെ ചാനലിലൊക്കെ കയറി ഇങ്ങനെ കുറച്ച് വീഡിയോസ് ഒക്കെ ഇങ്ങനെ നോക്കുക. ഞാൻ നോക്കിയപ്പോഴത്തേക്കും നമ്മളത് നോർമലി ഒരു പർട്ടിക്കുലർ ടീം കാണുമല്ലോ. ഞാൻ നോക്കുമ്പോഴത്തേനും വിഷ്ണുവിന് ഇതിനകത്ത് ഇപ്പൊ കാണുന്ന വീഡിയോ ഒരാൾ അടുത്തുള്ളത് കാണത്തില്ല. ഡിഫറെന്റ് ആൾക്കാർ ഇതിനകത്ത് ആരാണ് ഇപ്പൊ ടീം. മെയിനായിട്ട് ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് ആ വീഡിയോക്കകത്ത്, കണ്ടന്റിനാണ് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ആക്ടേഴ്സിനല്ല. ആക്ടേഴ്സ് എപ്പോൾ വേണമെങ്കിലും മാറാം. ഈ ഫിലിമിന് കണക്ക് ഓരോരുത്തർ വരുന്നതാണ്, അവരുടെ ടൈം. ഞാൻ ഒരിക്കലും വേറെ ആൾ ജോലിക്ക് ഇരിക്കുന്ന ആളെ വിളിക്കത്തില്ല. ഇപ്പൊ ആരെങ്കിലും ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരാളെ വിളിച്ചുകൊണ്ട് വന്നിറങ്ങി അഭിനയിപ്പിക്കുന്നത്. കാരണം അവരെ ടൈം കളഞ്ഞ് ഇവരെ എനിക്ക് ഒരിക്കലും ഒരു ഉറപ്പില്ല എൻ്റെ ഇതുവഴി എന്തെങ്കിലും എത്തിക്കുകയാണെന്ന്, എന്നെ കൊണ്ട് റവന്യൂ കൊടുക്കാൻ പറ്റുമെന്ന് എനിക്കൊരു ഓപ്ഷൻ ഇല്ല. അപ്പം ഞാൻ ഷോർട്സ് ആണ് ഇടുന്നത്, ലോങ് വീഡിയോസ് അല്ല. അപ്പം എനിക്ക് ആരൊക്കെയാണ് ആപ്റ്റായിട്ടുള്ളത് അവരെ കൊണ്ട് എങ്ങനെയും ചെയ്യിപ്പിക്കാൻ നോക്കും. അതാണ് ഞാൻ മാക്സിമം ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്ത കാര്യം അങ്ങനെ തന്നെ. ഇത് കഴിഞ്ഞിട്ട് രണ്ടാമത് വന്ന ടീമാണ് കൊല്ലത്തുള്ള ടീം. അവിടെ എൻ്റെ മെയിനായിട്ട് എൻ്റെ അമ്മയായിട്ട് കരുതിയിരുന്നത് സിജോയുടെ അമ്മയാണ്. മിസ്റ്റർ സോൾജിൻ്റെ അമ്മയാണ് എൻ്റെ അമ്മയായിട്ട് കരുതിയിരുന്നത്. 1.5 വർഷത്തോളം ഞാൻ അവിടെ തന്നെ ആയിരുന്നു. ഞാൻ രാവിലെ ഇവിടുന്ന് എഴുന്നേക്കും, നേരെ കൊല്ലത്ത് പോകും. ഏകദേശം 14 കിലോമീറ്റർ 15 കിലോമീറ്റർ ഉണ്ട്. എല്ലാ ദിവസവും അവിടെ തന്നെ നിൽക്കും, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ. അമ്മയാണ് ഞങ്ങളെല്ലാം. സിജോ പോലും അവിടെ കാണത്തില്ല. ഞാനും അവിടെ വീട്ടിൽ സത്യം പറഞ്ഞാൽ ഞാനാണ് മോൻ. അവിടെ എല്ലാ കാര്യങ്ങളും. പിന്നെ അവിടെ പ്രശ്നങ്ങളുണ്ടായി ഓരോരോ. കാരണം അവിടുത്തെ ടീം ഇച്ചിരി നല്ല രീതിയിൽ ഫേമസ് ആയി. അപ്പോഴത്തേക്ക് ടീമിൻ്റെ ഇടയ്ക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരോ ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോഴത്തേക്ക് എനിക്ക് ഇങ്ങനെ ഫ്രണ്ട്ഷിപ്പിൻ്റെ പേര് എന്താണെങ്കിലും ചെയ്ത് കൊടുക്കുക. എത്ര കിലോമീറ്റർ പാസ് ചെയ്താലും പോയി കൊടുക്കാൻ കുഴപ്പമില്ല. പക്ഷെ ആ ഒരു ഇത് വന്ന് തമ്മി ഒരു ഈഗോ വരുന്നത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് ആപ്റ്റായിട്ട് തോന്നിയില്ല. അപ്പോൾ എനിക്ക് കുഴപ്പമില്ല, ഞാൻ പറഞ്ഞാലുമില്ല. അമ്മ എനിക്ക് ആരെ കിട്ടിയാലും ഞാൻ വീഡിയോ ചെയ്യും. കാരണം എനിക്ക് വീഡിയോ ചെയ്യേണ്ട ചെറിയൊരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. അതിപ്പോൾ ആരെ കിട്ടിയാലും ചെയ്യും. പക്ഷേ എനിക്ക് അവിടെ തന്നെ നിൽക്കണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം അവിടെ ഉള്ളവർക്കെല്ലാം അഭിനയിക്കണം, അങ്ങനെ ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അജീഷനാണെങ്കിൽ ചാനലുണ്ട്, അമ്മയാണെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെയാണ്. ഞാൻ കൂടുതൽ ചെന്ന് ഡിസ്റ്റർബ് ചെയ്യും. എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കുന്നിടയ്ക്ക് നിർത്തുന്നത് മതി വാ എൻ്റെ കൂടെ ചോറ് പോലും വെച്ച് കാണത്തില്ല. അവസാനം ഞാൻ ചില ദിവസങ്ങളിൽ ഊണ് മേടിച്ചോണ്ട് വന്നാൽ മതിയോ എന്ന് ചോദിക്കും. അല്ല രാവിലെ മറ്റേ മീനൊക്കെ വാങ്ങിച്ചിരുന്നു, മറ്റേ രാവിലെ മക്കളെയൊക്കെ സ്കൂളിൽ വിട്ട് കഴിയുമ്പോൾ എന്തെങ്കിലും അങ്ങോട്ട് ചെയ്യാതിരിക്കുമ്പോൾ വീഡിയോയുടെ കാര്യം പറയത്തില്ല. സമയത്ത് ഇങ്ങോട്ടൊന്ന് ബാ അടുപ്പിനകത്താണെങ്കിൽ ചിലപ്പോൾ പാല് പോലും ചെല്ലുമ്പോഴത്തേക്ക് ഗ്യാസ് ഫുള്ള് തിളച്ച് കഴിഞ്ഞാൽ ആ കലം വരെ അങ്ങ് കുഴിയും. വിളിച്ചുകൊണ്ടിഞ്ഞ് പോരും. നമ്മളെന്തോന്നില്ല അഭിനയിക്കുന്ന ഇത് വെച്ച് എന്തൊക്കെ അതിനകത്ത് ഇരിക്കുന്നൊന്നും ഓർക്കത്തില്ല. കഥ അടച്ചെങ്കിൽ അടച്ചില്ലെങ്കിൽ ഇല്ലിഞ്ഞു പോരും. പിന്നെ ഹസ്ബൻഡ് പുള്ളിക്കാരനാണെങ്കിൽ പിന്നെ വലിയ അതൊന്നുമില്ല, എന്തെങ്കിലും ഒന്ന് കൊടുത്താലും പരാതിയൊന്നും ഇല്ലാത്തത് കൊണ്ട് അങ്ങ് കഴിച്ചോളും. ഒരു ദിവസം കാണാൻ ഒന്നും വെച്ചില്ല,
അഭിനയിക്കാനായിട്ടാണെങ്കിൽ കൂടെ അഭിനയിക്കുന്ന ചേച്ചി ഇച്ചിരി താമസം ഉണ്ടായിരുന്നു. ചെന്നപ്പം കാണാൻ ഒന്നുമില്ല, ഒന്നും വെച്ചില്ല. പിന്നെ ഞാൻ പറഞ്ഞേട്ടാ എങ്ങനെയെങ്കിലും 2 ചോറിഞ്ഞ് പിടിച്ചോണ്ട് പോടാ. ഇപ്പൊ വീട്ടിലിങ്ങനെ പറയാറുണ്ടോ, ഇപ്പൊ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി നടക്കുമ്പോഴത്തേന് പല ദിവസങ്ങളും മറ്റേ പട്ടിണി ആടി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി? അങ്ങനെ പട്ടിണിയുള്ള ഒരു സാഹചര്യം ഇന്നേ വരെ ഞാൻ ഉണ്ടാക്കിയില്ല. കാര്യം രാവിലെ എണീച്ച് എന്നാ പറ്റുന്ന കാര്യങ്ങളൊക്കെ, ചിലപ്പോൾ ഈ സുഖമില്ല വരുന്ന ദിവസങ്ങളിലൊക്കെ ആയിരിക്കും ചിലപ്പം കുറച്ച് താമസം വരുന്നത്. ഇല്ലെങ്കിൽ ഞാനാണെങ്കിൽ ഒരു 10 മണിയാകുമ്പോഴത്തേക്ക് ജോലിയെല്ലാം ഒരു വിധങ്ങും. എന്നാലും പശു, കോഴി, അങ്ങനെ കൃഷി, നമ്മളൊരു കൃഷി കുടുംബം ആയതുകൊണ്ട് എത്ര ചെയ്താലും ആ ജോലി ഒരിക്കലും തീരത്തില്ല. എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ കാണും. അപ്പോഴാണ് യവൻ ചാടി പറിച്ച് വരുന്നത്. പിന്നെ അവനെ ഞാൻ വിഷമിപ്പിക്കാറില്ല, എപ്പം വിളിച്ചാലും ശരി. കാര്യം അവർക്ക് വേറെ പഠിക്കാൻ പോകുന്ന കുട്ടികളല്ലേ. അപ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ ഞാൻ വന്നോളാന്നല്ല, അതിനകത്ത് പിടിച്ചങ്ങ് കൊണ്ടുവരിക. അജീഷേട്ടാ, ഡയറക്ടർ എങ്ങനെയുണ്ട്? നമ്മൾ നോർമലി കാണാറുണ്ട്. ഇപ്പൊ ഞാൻ ഈ ഇന്റർവ്യൂസ് ഒക്കെ എടുക്കുമ്പോഴത്തേന് പറയാറുണ്ട്, ഇപ്പൊ കഴിഞ്ഞ ദിവസം കാർത്തിക് ചേട്ടൻ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അമ്മ പറഞ്ഞ കേട്ടു, ഇവരെന്ന് വെച്ചാൽ ഈ കാണുന്ന ആളെയല്ല, മനുഷ്യനെ മറ്റേ ഒരു അക്ഷരം കൂടെ തെറ്റിക്കുമ്പോഴത്തേന് അങ്ങോട്ട് മണ്ടയ്ക്ക് കയറാൻ വരും, അങ്ങനെയൊക്കെ പറയാം. അപ്പൊ ഈ വിഷ്ണു എങ്ങനെയുള്ള ഒരാളാണ്? ഡയറക്ടർ എങ്ങനെ? ബാക്കി എല്ലാവരും ദേഷിക്കും, ബാക്കി എല്ലാവരും വഴക്കുണ്ടാകും. എന്റെ അടുത്ത് പക്ഷെ എൻ്റെ കൂടെ അവൻ ദേഷിച്ചിട്ടില്ല. കാര്യം ഇനി എന്താ കാര്യം എന്നറിയത്തില്ല. നമ്മൾ ഒരു പക്ഷെ തെറ്റിച്ചാലും എന്തു ചേച്ചി ഒന്നുകൂടെ എന്നേ പറഞ്ഞിട്ടുണ്ട്. അല്ലേ വിഷ്ണു? അങ്ങനെയല്ല, എനിക്കറിയാം ഒരു സാധനം വരുമെന്നറിയാം, അതിനുവേണ്ടി ഞാൻ നോക്കി നിൽക്കും. പക്ഷെ ചില സമയത്ത് അങ്ങ് എൻ്റെ എനർജി ലോസ് ആവും ടോട്ടലി. അപ്പോൾ എനിക്കിങ്ങ് പെട്ടെന്ന് തീർക്കാൻ തോന്നും. കാരണം ടൈം നമുക്ക് ഇതിന് വലിയൊരു റവന്യൂ ഒന്നും കിട്ടുന്നില്ല. അപ്പം നമ്മളൊരു ടൈം ആ ഒരു മൈൻഡിലുണ്ട്, ഇത്ര സമയത്തുള്ളിൽ തീർന്നില്ലെന്നുണ്ടെങ്കിൽ അത് ബെനിഫിറ്റ് വരത്തില്ല. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഷോർട്ട് ടെമ്പർ വരും, നല്ല കയറും. അപ്പോൾ പിന്നെ ഞാൻ സൈഡിലൊക്കെ പോയി എന്തെങ്കിലുമൊക്കെ ചെയ്യും, ഞാനൊന്നും പറയുന്നില്ല, അങ്ങനെയൊക്കെ പറയും. പക്ഷേ ഇതുവരെ ഇത് ചേച്ചി എടുത്ത് അജീഷിൻ്റെ അടുത്ത് അങ്ങനെ വന്നിട്ടില്ല. പക്ഷെ നമ്മുടെ കൂടെ ചെയ്യുന്ന ആൾക്കാരുണ്ട് വേറെ അവരടുത്ത് ഇങ്ങനെ ഞാൻ അന്ന് അതാ ഞാൻ പറയാം, കാർച്ചേന്റെ അടുത്ത് അമ്മ പറഞ്ഞിട്ട് ഞാൻ പൊട്ടിക്കരഞ്ഞ് ഇറങ്ങി പോയിട്ടുണ്ട്. അവനെ ഞങ്ങൾ കരയിപ്പിക്കാറുള്ളൂ. അതെ, വിഷ്ണുവിനോ? അതെങ്ങനെ? അവൻ ടേക്കെടുത്ത് കരഞ്ഞോളൂ. നിങ്ങൾ ഈ വീഡിയോസ് ഒക്കെ എടുക്കുമ്പോ എത്ര ടേക്കൊക്കെ പോകും? ഇപ്പൊ അങ്ങനെ പോവാറില്ല. ഇപ്പൊ പെട്ടെന്ന് തീരും. ആദ്യമൊക്കെ തുടക്ക സമയത്തൊക്കെ ഭയങ്കര പാടായിരുന്നു. ഡയലോഗ് ആണോ തെറ്റിക്കുന്നത്? എന്താണ് മെയിൻലി റെഡി ആവാത്തത്? ശ്വാസം പോലും ഇടാതെ കുറെ ഡയലോഗ് ഇനി തരും. പറഞ്ഞു വരുമ്പോ ഏതെങ്കിലും ഒരു ഡയലോഗ് പോകും. എനിക്ക് ആ ടൈമിൽ വരുന്ന സംഭവങ്ങളാണ്. അപ്പൊ ഞാൻ നേരത്തെ സ്ക്രിപ്റ്റ് എഴുതി വെക്കത്തില്ല. അപ്പൊ ഞാൻ പറയും ഇത് ഇത്രയും പറഞ്ഞോളൂ, ഞാൻ സിമ്പിൾ ആയിട്ട് പറയും, കാരണം എന്റെ മൈൻഡ് വരുന്നതാണ്. പക്ഷെ അതന്നെ തിരിച്ച് എന്റെ അടുത്ത് പറയാൻ എന്നോട് പറ്റത്തില്ല. പക്ഷെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഒരു ദിവസം ദേഷ്യപ്പോ ഞാൻ പറഞ്ഞു എന്നാ അതങ്ങ് പറ. അപ്പോഴാണ് നമ്മളെ കാര്യം അങ്ങ് തെറ്റുന്നത്. അപ്പം ഞാൻ പറഞ്ഞാൽ കുഴപ്പമില്ല, ആശാനും പിഴയ്ക്കും നമുക്കും അങ്ങനെ ഇതുവരെ ഇട്ടിട്ട് പോയിട്ടില്ല. അതിനുള്ള സാഹചര്യം ഞങ്ങൾ ആരും കൊടുത്തിട്ടില്ല. കാര്യം പരമാവധി മുഖം കാണുമ്പോൾ ഞങ്ങളങ്ങ് നമ്മളെ കൊണ്ട് ഒക്കുന്ന രീതിയിൽ അങ്ങ് ചെയ്യാൻ പാവം തോന്നി. കാര്യം ഒരുപാട് സമയമുണ്ട്. കാര്യം നമുക്ക് വീട്ടിൽ ജോലിയുണ്ട്. ദൈവമേ ഇതെങ്ങനെയെങ്കിലും അങ്ങ് ശരിയാവണേ എന്ന് പറഞ്ഞങ്ങ് ചെയ്യും. കാര്യം ഒരു ഫുൾ പാരഗ്രാഫാണ് ചില ഡയലോഗ്. അങ്ങനെ വരുമ്പോൾ ഇടയ്ക്ക് ഒരു സെന്റൻസ് അങ്ങ് തെറ്റിപ്പോയാൽ പിന്നെ ആദ്യം തൊട്ട് പറയണ്ടേ. ആ വിഷമം ഓർക്കുമ്പോൾ വേണ്ട, ഒരുമിച്ച് അങ്ങ് പറയാം. നോർമലി എനിക്ക് ചെയ്യാൻ ഇഷ്ടം ഇമോഷണൽസ് ഇതിൽ മെസ്സേജ് കൊടുക്കുന്ന വീഡിയോസാണ്. പക്ഷേ വിചാരിക്കുന്ന കഷ്ടപ്പാടല്ല അതിനകത്ത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഹോസ്പിറ്റൽ സീനാണെങ്കിൽ ടോട്ടലി ഹോസ്പിറ്റലിൽ തന്നെ പോകണം. ഹോസ്പിറ്റലുകാരുടെ അടുത്ത് ചോദിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. ചിലപ്പോൾ ഹോസ്പിറ്റൽ നെഗറ്റീവ് ഉണ്ടാകുന്ന സംഭവമായിരിക്കും. അപ്പോൾ അവരുടെ അടുത്ത് ചോദിക്കും. അതുകൊണ്ട് കടയിലാണെങ്കിലും കൂടുതൽ നെഗറ്റീവ് ആയിരിക്കും. ഒരാൾക്ക് നെഗറ്റീവ് ഉണ്ടാകുന്ന സംഭവങ്ങളായിരിക്കും ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അവർക്ക് അക്സെപ്റ്റബിൾ അല്ല. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇപ്പം കോമഡിയിലോട്ട് പതുക്കെ എനിക്ക് കോമഡി ചെയ്യാൻ താല്പര്യമില്ല സത്യം പറഞ്ഞാൽ. എന്നെ കൊണ്ട് പറ്റുന്ന സംഭവം, ഞാനൊരു ബാക്ക് ബെഞ്ചറല്ല, ഫ്രണ്ട് ബെഞ്ചറാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് കൗണ്ടറുകൾ അങ്ങനെയൊന്നും വരത്തില്ല. ഇപ്പോഴത്തെ ഫുൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് ഞാൻ ഓൾറെഡി കൗണ്ടർ വരുക. കൗണ്ടറിനകത്താണ് കോമഡി. പണ്ടൊക്കെ ആയിരുന്നു നമ്മളെന്തെങ്കിലും കാണിക്കുന്ന ചളിയൊക്കെ പറയുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നത്. ദിലീപേട്ടൻ്റെ ഒക്കെ എനിക്കതാ ഇഷ്ടം. ദിലീപേട്ടൻ്റെ ഭയങ്കര ഫാനാണ്. ദിലീപേട്ടൻ്റെ ഭയങ്കര ഫാനാന്ന് വെച്ചാൽ ഭയങ്കര ഫാനാണ്. വേറെ ആരുടെ ഇല്ല കേട്ടോ, ദിലീപേട്ടന് മാത്രം. അത് 90s എന്നെ പുള്ളി ഫിലിമിലൂടെ ഇതാക്കി, CID മ്യൂസിയം ഇതൊക്കെ കണ്ട്. അപ്പം അതിൻ്റെ ഇതുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ സീനകത്ത് ചിലപ്പോൾ കോമഡി ആണെങ്കിൽ ചളിയല്ലേന്ന് ചിലർ ചോദിക്കും. ഞാനും മൈൻഡ് എനിക്ക് ഹർട്ടാവും. ഒരു നെഗറ്റീവ് മതി, ഒരു സിംഗിൾ ഡയലോഗ് മതി. ഞാൻ കിടന്ന് കഷ്ടപ്പെടുന്നതിൻ്റെ എല്ലാ ഒരു സിംഗിൾ ഒരു നെഗറ്റീവ് കമന്റ് ഇട്ടാൽ സിമ്പിളായിട്ട് തന്നെ ആർക്ക് വേണമെങ്കിലും ഇതാക്കാൻ പറ്റും, ഡൗൺ ആക്കാൻ പറ്റും. ഇപ്പൊ നിങ്ങളുടെ കണ്ടന്റ് ഒക്കെ ആരുടെയാണ് ഈ ഐഡിയാസ്? കാരണം നമ്മളിപ്പം ചില കണ്ടന്റ് കാണുമ്പോൾ പക്ഷേ നമ്മൾ ഇത് ലൈഫിൽ എവിടൊക്കെയോ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്നൊക്കെ ഓൾറെഡി നമുക്ക് തോന്നൽ വരുമല്ലോ. അപ്പം ആരാണ് മെയിനായിട്ട് ഈ ഐഡിയാസ് ഒക്കെ കൊണ്ടുവരുന്നത്? പകുതി മുക്കാലും എനിക്ക് തോന്നുന്നു ജീവിതത്തിലുണ്ടാകുന്ന അനുഭവങ്ങളായിരിക്കും. ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവങ്ങൾ പകുതി മുക്കാലും കൊണ്ടുവരാൻ നോക്കാറുണ്ട്. അങ്ങനെ മെയിനായിട്ട് നിങ്ങളുടെ ലൈഫിൽ നിന്ന് മറ്റേ ചീന്തിയെടുത്ത് ഒരു പെട്ടെന്ന് ഓർമ്മ വരുവാണെങ്കിൽ ഏതായിരിക്കും ഒരു റീല്?
എൻ്റെ യൂട്യൂബ് ചാനലിലെ കണ്ടന്റ് ഫുള്ള് ലൈഫ് നടന്നതും പിന്നെ ചിലതുണ്ട് എനിക്ക് അറിയാൻ പറ്റില്ല, മൈൻഡിലോട്ട് തന്നെത്താനെ കയറി വരുന്ന ചില സംഭവങ്ങളുണ്ട്, അതിനെല്ലാം മില്യൺ വ്യൂസുകൾ കിട്ടിയിരിക്കും. നമ്മൾ തന്നെത്താനെ ഇങ്ങനെ കയറി വരുന്ന സാധനങ്ങളാണ്, അത് നമ്മളൊന്നും ചെയ്യേണ്ട, അത് നേരെ പകർത്തിയാൽ മാത്രം മതി. ചില സമയത്ത് ഇവൻ ചെയ്യുന്നത് എന്നെ വെച്ച് ചെയ്യുന്നതായിരിക്കും, അതിന് ജീവിതത്തിൽ അനുഭവം വരും. അതിന് ഫ്യൂച്ചറിലുണ്ടാവും. ഫ്യൂച്ചറിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട് 3 വീഡിയോ ഇവൻ ചെയ്ത് 3 എൻ്റെ ഫ്യൂച്ചർ ഉണ്ടായിട്ടുണ്ട്. ഒരു വട്ടം ഒരു മൊബൈലിൽ ഡിസ്പ്ലേ പൊട്ടുന്ന ഒരു വീഡിയോ ചെയ്തു, ഡിസ്പ്ലേ പൊട്ടി. പിന്നെ ഒരു പഴയ ഒരു കഥ ഞാൻ പറയുന്നില്ല, അത് ഇവനൊരു ഷോർട്ട് ഫിലിം ചെയ്തതാണ്. അതിനകത്ത് ഓരോ കഥകൾ വരെ പകുതി വരെ എൻ്റെ കഥയായിരുന്നു. അതിനുശേഷം അവൻ അവിടെ നിന്ന് അച്ഛൻ അത് പൊക്കുന്നതും അത് വീട്ടിൽ വലിയ ഇതാവുന്നതും പ്രണയമൊന്നുമല്ല ഇറക്കി വിടുന്നതുമായിട്ടുള്ളൊരവസ്ഥ ഇവൻ ഒരു സെറ്റപ്പ് ഒരു ഷോർട്ട് ഫിലിം ചെയ്തായിരുന്നു. നല്ല ഇതുള്ള ഷോർട്ട് ഫിലിമായിരുന്നു. സെയിം സെറ്റപ്പ് ഇപ്പോൾ ഒരു വർഷം മുമ്പ് അത് സംഭവിച്ചു കഴിഞ്ഞു. അല്ല, എൻ്റെ കുറേ ഉണ്ടായിട്ടുണ്ട്, അജീഷ് അറിഞ്ഞൂടാത്തതും കുറേ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ചിലത് ക്രിയേറ്റ് ചെയ്യുന്നത് ഫ്യൂച്ചറിൽ ഉണ്ടാവാറുണ്ട്. ആണോ? എന്നിട്ട് അജീഷ് എപ്പോഴെങ്കിലും മേലെ ഇങ്ങനത്തെ സാധനം ചില വീഡിയോ പറയും ഞാൻ ഇതിനകത്ത് വരത്തില്ല. അല്ല, ഇവൻ ചില വീഡിയോസ് പറയുമ്പോൾ എനിക്ക് പേടി വരും, ഇനി ഇതങ്ങനെ സംഭവിച്ചാലോ, അങ്ങനെ ഒരു പേടി വരും. ആണല്ലേ? ഫ്യൂച്ചറിൽ നടക്കാൻ ഭയങ്കര ഇതുണ്ട്. ഞാൻ ചിലത് ചെയ്തിട്ടുള്ളത് വന്നിട്ടുണ്ട്. ഞാൻ ഈ വെള്ളപ്പൊക്കത്തിന്റെ ഒക്കെ ബേസിക് നേരത്തെ ചെറുതായിട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. തട്ടിക്കൊണ്ട് പോകുന്നത് ചെയ്തിട്ടുണ്ട്. ചെയ്തതിന്റെ 2 ദിവസം കഴിഞ്ഞപ്പം തട്ടിക്കൊണ്ടുപോയി ചെയ്തു. നീയാണോടാ ഇല്ലുമിനാറ്റി എന്ന് പറയുന്നത്? അങ്ങനെ ചിലത് വന്നിട്ടുണ്ട് കേട്ടോ, ഞാൻ ചെയ്തിട്ടുള്ളത് വന്നിട്ടുണ്ട്. ആന്റെ എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ കൊടുക്കാറുണ്ടോ? അല്ലെങ്കിൽ എടാ ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ട്, നമുക്കിത് വർക്ക്ഔട്ട് ചെയ്താലെന്നൊക്കെ വിചാരിച്ചിട്ട്? ഞങ്ങളോട് പറയും, ജോലിയുടെ തിരക്കുകൊണ്ട് നമ്മൾ പറയുന്നതൊന്നും അവന് ഇഷ്ടപ്പെടത്തില്ല. അതെന്താ വിഷ്ണു? കാര്യം അവന്റെ മൈൻഡിൽ വേറുള്ള കാര്യങ്ങൾ. എൻ്റെ ഒരു തോട്ടിനകത്താണ് ഞാൻ കൂടുതൽ എൻ്റെ വീഡിയോസ് എല്ലാം ഡെവലപ്പ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഫസ്റ്റ് ടീം വന്നതിന് എനിക്കൊരു കോൺട്രിബ്യൂഷൻ അത് ഞാൻ വെളിയിൽ നിന്നൊന്നും കൂടുതൽ അക്സെപ്റ്റ് ചെയ്യാത്തതിൻ്റെ കാരണം അതാണ്. അത് മനസ്സിലായി. അവർ പിന്നെ വേറൊരു സംസാരത്തിന് ഇടയാവാല്ലോ വിചാരിച്ചു. ഞാൻ തന്നെ ചെയ്യുന്നതാകുമ്പോൾ പിന്നെ ആര് ചോദിച്ചാലും എൻ്റെ പേര് തന്നെ പറയാമല്ലോ, പ്രശ്നമില്ല. ഇപ്പൊ നിങ്ങളുടെ ഞാനാണെങ്കിൽ ഇപ്പൊ നമ്മൾ കുറെ കണ്ടന്റ് ക്രിയേഴ്സിനെ കാണാറുണ്ട്. അപ്പം അവരുടെയൊക്കെ ഇതിനകത്ത് ഒന്നെങ്കിൽ ഒരു ഡബിൾ മീനിങ് കാണും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചളി കോമഡീസ് കുറേ ഉണ്ട്. പക്ഷെ നിങ്ങളിലേക്ക് വരുമ്പോഴത്തേന് ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് വീഡിയോസ് ആണ്. അതെന്താ അങ്ങനെ മാത്രം പിടിച്ചു പോകുന്നത്? മെയിനായിട്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചീത്ത വിളിക്കുന്ന ഇൻവോൾവ് ചെയ്യാൻ താല്പര്യമില്ല. അത് പക്ഷേ ഒരു ഏറ്റവും നല്ല കാര്യം എന്ന് വെച്ചാൽ അത് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വ്യൂസ് കിട്ടും. നല്ല വ്യൂസ് കിട്ടും. പക്ഷെ എനിക്ക് താല്പര്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂടുതൽ ഓഡിയൻസ് കാണുന്നത് കുട്ടികളാണ്. എൻ്റെ കൂടുതൽ ടീമിനകത്തുള്ളവർ തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവരുടെ വീഡിയോ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അതിൽ എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ അവരുടെ വീഡിയോ നമ്മളവർ ഫ്രണ്ട്സാണ്, അവർ പറയുന്നത് ചെയ്ത് കൊടുത്തേ പറ്റത്തുള്ളൂ. പക്ഷെ എൻ്റെ വീഡിയോയ്ക്കകത്ത് നിന്ന് കണ്ടിട്ട് ഒരിക്കലും വന്ന് പറയാം, എടാ നിൻ്റെ ചാനലിലെ വീഡിയോ കണ്ടതെന്ന് ഒരിക്കലും ഒന്ന് പറയില്ലെന്ന് എനിക്കുണ്ട്. അജീഷയുടെ ഈ അഭിപ്രായം തന്നെയാണോ? ഞാൻ ഇതുവരെയും എനിക്കൊന്ന് നെഗറ്റീവ് പോലും ഞാൻ ഇതുവരെ മേടിക്കാറില്ല ചാനലിൽ. ഇല്ല, നെഗറ്റീവ്സ് അജീഷിന്റെ ചാനലിൽ വന്നിട്ടില്ല ഇതുവരെ. ഒരു പോയിന്റ് പോലും വന്നിട്ടില്ല. അല്ല, അങ്ങനെ ഒരുപാട് കോമഡി ഒന്നും ചെയ്യാനൊരു താല്പര്യമുള്ള ആളല്ലേ? അല്ല, ഞാൻ അഭിനയിക്കുന്ന രീതിയിൽ വിഷ്ണുവിന്റെ കൂടെയാണ്. എൻ്റെ ഇതിനകത്ത് ഇപ്പം എൻ്റെ ചാനൽ വെച്ച് നോക്കുകയാണെങ്കിൽ എൻ്റെ ചാനലിനകത്ത് ഒരാൾക്ക് എൻ്റെ അടുത്ത് ഇപ്പം നെഗറ്റീവ് വരണമെന്നുണ്ടെങ്കിൽ ഞാൻ ആരെങ്കിലും കളിയാക്കിയോ അല്ലെങ്കിൽ ആരെങ്കിലും അഭിപ്രായം പറയുകയോ ഒക്കെ ചെയ്യേണ്ടി വരും. പക്ഷെ ഞാൻ ചെയ്യുന്നത് മൃഗങ്ങളെയും പ്രകൃതിയെയും കൃഷിയൊക്കെ വെച്ചിട്ടുള്ള വീഡിയോ. അതിനകത്ത് ഇപ്പോൾ ആർക്കും ചാനലിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കാരണമായിരിക്കും പറഞ്ഞിരിക്കുന്നത്, മനസ്സിലായോ? അജീഷന്റെ ഇപ്പൊ എന്തൊരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് ഞാനായിരിക്കും പറയുന്നത്. അതുകൊണ്ട് അജീഷന്റെ ഒരു മിസ്റ്റേക്കും അല്ല. ഇപ്പൊ ആരെങ്കിലും അജീഷനെ പറഞ്ഞു കഴിഞ്ഞാൽ, അജീഷന്റെ ചാനൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലോഗാണ്, കൃഷിയെ പറ്റി മാത്രമാണ്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടാണ് അജീഷണ, അതിനകത്ത് നെഗറ്റീവ് വരത്തില്ല. പിന്നെ എന്തിനകത്ത് പോയി അജീഷണ അതിൽ വരണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് ഡയലോഗ് മറ്റുള്ളവർക്ക് ഹെർട്ടായിരിക്കും. പക്ഷെ അങ്ങനെയുള്ള ഡയലോഗ് ഞാൻ സ്പൂഫ് ചെയ്യാറില്ല. ഒന്നാമത്തെ കാര്യം, കാരണം ഒരാൾ ചെയ്ത സാധനത്തിനെ എനിക്ക് കളിയാക്കണമെന്ന് താല്പര്യമില്ല. കാരണം അത് അയാളുടെ പോയിന്റ് ഓഫ് വ്യൂ ചെയ്ത സംഭവമാണ്. അപ്പൊ എൻ്റെ എന്നുള്ളത് മാത്രമേ ഞാൻ നോർമലി ചെയ്യാറുള്ളൂ. ഇപ്പൊ ഞാൻ ഇങ്ങനെ നിങ്ങൾ കുറെ മറ്റേ മിമിക്രി ഒക്കെ ചെയ്യുന്ന ആർട്ടിസ്റ്റ് ആണ്, മറ്റേ പാട്ടൊക്കെ പാടുമെന്ന്. അജീഷയുടെ പാട്ട് എന്നാ ഒരു പാട്ട് പഠിക്കുന്നു. ഇപ്പൊ ഒരു പാട്ട് പാടും അജീഷയുടെ. നല്ല ഉത്സവത്തിന്റെ ഒക്കെ നല്ല ഫോമിൽ ഇങ്ങനെ ഇരിക്കും. അപ്പൊ ഒരു പാട്ടൊക്കെ പാടാം. അതെ, ഇപ്പൊ നമുക്കത് തീർക്കാം. എനിക്ക് പണ്ട് ഞാൻ നല്ലവണ്ണം പാടുമായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് കവിത ഞാൻ തെറ്റില്ലാത്ത രീതിയിൽ ചൊല്ലുമെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷെ അത് പറയേണ്ടത് കേൾക്കുന്നവരല്ലേ. എനിക്ക് തോന്നുന്നത് എന്തുവാണോ, ഞാൻ നല്ലോണക്കൊക്കെ ചൊല്ലിയാണ്. പക്ഷെ അത് മറ്റൊരാൾ പറഞ്ഞു കേൾക്കുമ്പോൾ എനിക്കൊരു സന്തോഷം. ആൻറ്റി തെറ്റില്ലാതെ ചൊല്ലി എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ എനിക്കൊരു സന്തോഷം. അത് ടി കെ അരിയുടെ കാര്യം എൻ്റെ അമ്മയാണ്. കാര്യം ഇപ്പം ഞാൻ കൂടുതലും ചെല്ലുന്നത് അമ്മ കവിതയാണ്. കാര്യം ഞാനും അമ്മയും അത്രയ്ക്ക് ടച്ചായിരുന്നു എൻ്റെ അമ്മ. ഒരുപാട് കഷ്ടപ്പാടുകളിൽ നിന്നും ഞങ്ങളെ 5 പെൺമക്കളെ വളർത്തി വലുതായി കൊണ്ടുവന്നത് എൻ്റെ അമ്മ.
അപ്പോൾ ആ കവിതകളൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര അന്നേരം എൻ്റെ അമ്മ എനിക്ക് ഇന്ന് ഞാൻ എൻ്റെ അമ്മയെ ഓർക്കും. പക്ഷേ ഞാനൊരു നല്ലൊരു കലാകാരിയാകണമെന്നും പാട്ട് പഠിപ്പിക്കണമെന്നും ഒക്കെ എൻ്റെ അമ്മയ്ക്ക് നല്ല ആഗ്രഹമുള്ളൊരു വ്യക്തിയായിരുന്നു. പക്ഷേ സാഹചര്യം എന്നെ അതിനൊന്നും അനുവദിച്ചില്ല. വീട്ടു സാഹചര്യം. ഒരു അച്ഛനങ്ങ് മരിച്ചു. പിന്നെ 5 പെൺമക്കളെന്ന് പറയുമ്പോൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എനിക്ക് പറ്റിയില്ല. എങ്കിൽ ഈ കവിതകൾ കേൾക്കുമ്പം എനിക്കെന്തോ അമ്മയെക്കുറിച്ച് ഓർമ്മ വരും. അല്ല, എൻ്റെ അമ്മയെ ഞാൻ ഓർക്കും. അപ്പോഴേ ഞാൻ ആ അമ്മയെക്കുറിച്ച് സ്നേഹപൂർവ്വം അമ്മയ്ക്കെന്നുള്ള ചൊല്ലാം. അകലക്കിനാവിൻ്റെ ഉമ്മറത്തെന്നമ്മ അരികെ വായെന്നോതി മാടി വിളിക്കവേ, അതു കേട്ടൊരടിയും ചലിക്കുവാൻ കഴിയാതെ അതിരുകൾക്കിപ്പുറം ഞാനും തളർന്നുപോയി, അതിരുകൾക്കിപ്പുറം ഞാനും തളർന്നുപോയി. അകലക്കിനാവിൻ്റെ ഉമ്മറത്തെന്നമ്മ അരികെ വായെന്നോതി മാടി വിളിക്കവേ, അതു കേട്ടൊരടിയും ചലിക്കുവാൻ കഴിയാതെ അതിരുകൾക്കിപ്പുറം ഞാനും തളർന്നുപോയി, അതിരുകൾക്കിപ്പുറം ഞാനും തളർന്നുപോയി. തിരികെട്ടുപോയ വിളക്കിൻ്റെ മുൻപിൽ ഞാൻ തിരയുന്നു ജീവിത സൗഖ്യങ്ങളിക്കരെ, തിരികെട്ടുപോയ വിളക്കിൻ്റെ മുൻപിൽ ഞാൻ തിരയുന്നു ജീവിത സൗഖ്യങ്ങളിക്കരെ, തിരയുന്നു ജീവിത സൗഖ്യങ്ങളിക്കരെ. അടിപൊളി അടിപൊളി. ചേട്ടൻ എന്തെങ്കിലും ഞാനിരുന്ന് ചേട്ടൻ എന്തൊക്കെയോ ആലോചിച്ചത് കിളി പോയോ? അല്ലല്ല, ഞാൻ പെട്ടെന്നില്ല വയലിന് സത്യം പറയട്ടെ, എന്തിപ്പോ അതുകൊണ്ടല്ല, അടുത്ത ഞാനാണല്ലോ പാടണ്ടേ. അല്ല, എനിക്ക് എന്താ തോന്നി അവിടെ ഉത്സവം നടക്കുന്നു, ഉത്സവ പറമ്പ് അവിടെ ഉണ്ട്, ടീംസ് അവിടെ ഫുള്ളുണ്ട്, എന്തൊക്കെയോ പരിപാടീസ് മാറ്റി വെച്ചിട്ടാണ് ചേട്ടൻ ഇവിടെ. ഞാൻ വിയർക്കുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ജോലിയിൽ നിന്ന് പെട്ടെന്ന് കുളിച്ചുകൊണ്ട് എനിക്ക് ആ ചൂട് ഇതായി കിടക്കുന്നത് വിയർക്കുന്നു. അപ്പൊ ഞാൻ ഈ പറഞ്ഞു ചേട്ടൻ മനസ്സിലായി. ഞങ്ങൾ അങ്ങനെ ചിന്തിക്കുന്ന വ്യക്തികളൊന്നും എന്നാലും രണ്ടുപേരും പാടും, അടിപൊളിയായിട്ട് പാടും. സിംഗറാണ്. അങ്ങനെ ഒന്നും ചെയ്തില്ല. ഇപ്പൊ അതുകൊണ്ടൊന്നും ബന്ധം, പാട്ടുമായിട്ട് ഒരു ബന്ധമില്ല. ഇപ്പൊ പ്രോഗ്രാം പോലും പോകാറില്ല. അതെന്താ പോവാത്തെ? അന്നത്തെ മറ്റേ പ്രശ്നങ്ങളൊക്കെ അങ്ങനല്ല, വ്ളോഗ് ചെയ്ത് മൃഗങ്ങളെ മേടിച്ച് കൂട്ടി എനിക്ക് സമയമില്ല. ഫുൾ ടൈം ഈ ഇപ്പൊ പറഞ്ഞു അജീഷേട്ടന് സ്വന്തമായിട്ട് ചാനലുണ്ട് കേട്ടോ. എന്തായിരുന്നു? മൈ ഡ്രീം വേൾഡ്. അത് മറ്റേ കൃഷിയുടെ മൃഗസ്നേഹമൊക്കെ ഉള്ള. അപ്പൊ എന്തൊക്കെയുണ്ട് ഇപ്പം? എന്തൊക്കെയാണ് കൃഷി ചെയ്യുന്നത് മെയിൻ ആയിട്ട്? കൃഷി എന്ന് പറഞ്ഞാൽ നെൽകൃഷി, പിന്നെ എല്ലാം ഉണ്ട്. പച്ചക്കറി കൃഷി, പാവല്, പടവലം, പിന്നെ എന്താ പറയാ, ചേന, ചേമ്പ്, കാച്ചില്, മഞ്ഞള് എല്ലാം ഉണ്ട്. ഫുൾ കൃഷിയുണ്ട്. പിന്നെ കോഴി, താറാവ്, കിളികള്, കാള, പശു എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ടല്ലേ? ഗംഭീര കർഷകനാണല്ലോ. കർഷക അവാർഡ് കിട്ടിയിട്ടുണ്ടോ? ഇല്ല, അത് മാത്രം കിട്ടിയിട്ടില്ല. പക്ഷെ എന്റെ അത്രയും പോലും ചെയ്യാത്തവർക്കൊക്കെ നാട്ടുകാർ കൊടുക്കാറുണ്ട്. അല്ല, പ്രത്യേകിച്ച് മുറ്റത്തെ മുല്ലയ്ക്ക് പ്രത്യേകിച്ച് മണക്കം കാണത്തില്ല. നമ്മൾ എന്ത് ചെയ്താലും ഒരു അംഗീകാരം പുറത്തുനിന്ന് കിട്ടിയാലും സ്വന്തം നാട്ടിൽ നിന്ന് കിട്ടാറില്ല. അതങ്ങനെയാണല്ലോ, അത് ഏതൊരു സ്ഥലത്തും പഞ്ചായത്തിൽ നിന്ന് കിട്ടേണ്ടതാ. കാരണം സമ്മിശ്ര കൃഷിയല്ലേ, പല ഇതായതുകൊണ്ട് അജീഷിന് കിട്ടേണ്ടതാ. അജീഷേട്ടൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ മറ്റേ കോമഡി ഒക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമോ ചെയ്യാൻ നേരത്തൊക്കെ? ഇല്ല, സമയം കിട്ടാറില്ല. ഒന്നാമത്തെ കാര്യമല്ല, പല കാര്യങ്ങളിലും എനിക്ക് സമയം കിട്ടത്തില്ല. ഒന്നാം ഞാൻ ബാങ്കിലൂടെ വർക്ക് ചെയ്യുന്നത്, HDFC ലൈഫിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പം എനിക്ക് 12 ദിവസമാണ് അറ്റൻഡൻസ്, 12 ദിവസം പോകണം. അപ്പം ഗ്യാപ്പിട്ട് ഇടയ്ക്ക് ഇപ്പം ഇതിനകത്ത് നിൽക്കണം. എൻ്റെ വ്ളോഗ് എനിക്ക് മുടക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ പറഞ്ഞു ചിലപ്പോൾ ഞങ്ങൾക്ക് ഈ ഫീൽഡിൽ മാറാൻ പോലും പറ്റാത്ത അവസ്ഥകളാണ്. കറക്റ്റ് ഇതെല്ലാം കറങ്ങിക്കുത്തി നിന്നെങ്കിൽ നമുക്കൊരു മാസം മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അതൊക്കെ പല കഥകളാണ്. അതിലൊക്കെ സിറ്റുവേഷൻസ് ഒക്കെ കുഞ്ഞുനാളി കാണിച്ച കുറെ ചോരത്തിളപ്പിന്റെ ഒക്കെ ഭാഗങ്ങൾ കൊണ്ട് പല പ്രശ്നങ്ങളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ കുറേശ്ശെ തീർത്തോണ്ടിരിക്കുകയാണ്. മാറ്റി എന്റെ കല്യാണം ഉറപ്പിച്ചു വെച്ചേക്കുന്നു. എല്ലാരും വിളിച്ചേക്കുന്നു, എല്ലാരും വരണം. ഡേറ്റ് പറയുന്നില്ല. പ്രണയവിവാഹമല്ല, പക്ഷേ പ്രണയിച്ചോണ്ടിരിക്കും. 1 കൊല്ലമായി പെണ്ണ് കണ്ടിട്ട്, നിശ്ചയം കഴിഞ്ഞു,
അങ്ങനെ മുമ്പോട്ട് പോകുന്നു. പുള്ളിക്കാരി ഡാൻസറും കാര്യങ്ങളൊക്കെയാണ്, അഡ്വക്കേറ്റാണ്. അഡ്വക്കേറ്റാണ്. തെളിഞ്ഞിരിക്കുന്നു. തെളിഞ്ഞിരിക്കുന്നു. ഫോട്ടോ കണ്ടില്ല. ഓണായിരിക്കും. സോറി ഇതാണ്. ഓക്കെ, നമ്മൾ ഒഫീഷ്യലി നമ്മൾ അനീഷേട്ടന്റെ ഭാവി വധുവിനെ കാണാൻ. പേര് ഗോപിക എന്നാണ്. പക്ഷെ കൂടുതലും മീനു എന്ന് വിളിക്കാനാണ് ഇഷ്ടം. അനീഷേട്ടൻ സ്വന്തം മീനും. ഞാൻ വിയർക്കുന്ന വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ പറഞ്ഞല്ലോ എപ്പോഴും കൃഷിയാണ്. അപ്പൊ പെട്ടെന്ന് വന്നിട്ട് പെട്ടെന്ന് പഠിക്കുമ്പോൾ കുളിച്ചിട്ട് വരുമ്പോൾ നമ്മുടെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ആവത്തില്ല ബോഡിയിൽ. അപ്പോൾ അതുകൊണ്ട് അത് അഡ്ജസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡി അത് റിയാക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോ നമ്മൾ അജീഷേട്ടന്റെ കല്യാണമൊക്കെ പറഞ്ഞത് വിഷ്ണുവിന് ഇങ്ങനെ എന്തെങ്കിലും പ്രണയങ്ങളോ മറ്റോ ഉണ്ടോ? അത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഇത്തിരി കോംപ്ലിക്കേറ്റഡാ. എല്ലാം കോംപ്ലിക്കേറ്റഡാ. വിഷ്ണുവിടെ എന്താ ചില വലിയ സ്റ്റോറിയാണ്. എല്ലാ സ്റ്റോറിയും നിങ്ങൾ വിചാരിക്കുന്ന സ്റ്റോറി അല്ല, ഫിലിമിൽ എടുക്കുന്ന സ്റ്റോറീസ് ഉണ്ട്. 25 വയസ്സിനുള്ളിൽ ഇവന്റെ ഒരു മറ്റേ ജീവിതത്തിന്റെ ഒരു വലിയ കഥ പോലെ ആണ്. അറിയാവുന്നവർക്ക് നല്ല രീതി അറിയാം. ഭയങ്കര സ്റ്റോറിയാണ്. സിനിമയല്ല, സിനിമയല്ല, ഒന്നുമല്ല, അതുക്കും മേലെ ആണ്. ഒരു സ്റ്റോറി ചെയ്യാൻ പറ്റും. എൻ്റെ ഓരോ കാലഘട്ടത്തിൽ എടുത്താലും സ്റ്റോറി ചെയ്യാൻ പറ്റും. എനിക്ക് ലൈഫ് ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ അങ്ങനെ ഓരോന്നും ഓരോ വട്ടവും അതിലും അധികമായ സംഭവങ്ങളാണ് വരുന്നത്. ഞാൻ ഇതായിട്ടൊരു കാര്യം പറയാം. ഇവൻ്റെ ഈ ഒരു പ്രായത്തിലുള്ള ചെറുപ്പക്കാർ, ഈ ഒരു പ്രായത്തിലുള്ളവർ മാക്സിമം കുറച്ച് എൻജോയ് ചെയ്യാനും ഹാപ്പിയായിട്ട് നടക്കാനും വീട്ടുകാരെ നോക്കേണ്ട ആവശ്യമില്ല, അങ്ങനെയൊന്നും ആയിരിക്കും. പക്ഷേ വിഷ്ണുവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. വിഷ്ണുവാണ് അവൻ്റെ ഒരു അടിച്ചുപൊളിക്കേണ്ട സമയത്തിന് മുമ്പേ തന്നെ ഒരു കുടുംബത്തെ എടുത്ത് ജീവിതഭാരം എടുത്ത് തല വെച്ചതാണ്. വിഷ്ണു ഒരു തന്തവൈബാണല്ലേ? കാരണം ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു ഇതിൽ പറയുവാണെങ്കിൽ അല്ല, ഞാൻ അതുമല്ല. വണ്ടി പ്രാന്തങ്ങളെല്ലാം ഉണ്ട്, വെളിയൊരു പോളടപ്പുണ്ട്. എൻ്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിന് എടുക്കാനേ പറ്റത്തില്ല. ബട്ട് എനിക്ക് അതും കൊണ്ടു നടക്കണം, മനസ്സിലായോ? ആ ഒരു വണ്ടി എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വണ്ടി ഭയങ്കര പ്രാന്താണ്. ഒരു വെഹിക്കിൾ ഉണ്ട് കഴിഞ്ഞാൽ വേണമെങ്കിൽ കണ്ടെടുത്തോണ്ട് പോകും. ആരും വിളിച്ചു പറയില്ല കേട്ടോ, പ്ലീസ് ദൈവത്തേർത്ത് വിളിച്ചു പറയരുത്. ആ രീതിയിലാണ്. ഞാൻ CC എടുത്ത വണ്ടിയാണ്. ബട്ട് ആ എടുത്ത പൈസക്ക് എന്നെ അതിനകത്ത് പണിച്ചിട്ടുണ്ട്, മനസ്സിലാവുമല്ലോ. പക്ഷെ CC അടയ്ക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലാണ്. എനിക്ക് അച്ഛൻ വെളിയിലുണ്ട്, അച്ഛനും അമ്മയും വെളിയിലുണ്ട്. ചോദിക്കാറുണ്ട് എല്ലാവരും, അച്ഛനും അമ്മയും ഇതാണോ? എൻ്റെ വീഡിയോ കാണുമ്പോൾ അവരെല്ലാം അതും ചോദിക്കും. എനിക്ക് 3 പേരെ പറഞ്ഞിട്ടുണ്ട് അച്ഛനും അമ്മയായിട്ട്. ആദ്യമേ സിജോയുടെ അമ്മ, സുജ അമ്മയെടുത്ത് എൻ്റെ അമ്മയായിട്ട് കരുതിയിട്ടുണ്ട്. പിന്നെ പപ്പയും കണ്ടിട്ടുണ്ട്. പിന്നെ ഇന്ദു ചേച്ചി, പിന്നെ ലക്ഷ്മി അമ്മയുണ്ട്. ലക്ഷ്മി അമ്മ കാലിരുന്നിരിക്കുന്നുണ്ടോ വരാനേ. ഇവർ 3 പേരും അല്ല എൻ്റെ അച്ഛനും അമ്മയും. അവർ 2 അപ്പുറത്തുണ്ട്. അവരൊരു പാവമാണ് കേട്ടോ. അയ്യോ, ഒരുപാട് പ്രാവശ്യം നോക്കിയതാ, അവർക്ക് താല്പര്യമുണ്ട്. ബട്ട് ഞാൻ ഉദ്ദേശിക്കുന്ന സംഭവം വരുന്നില്ല, ഔട്ട് വരുന്നില്ല. കണ്ടോ, മനഃപൂർവ്വം കൊണ്ടുവരാത്ത ആക്ട് ചെയ്യാൻ അറിയത്തില്ലെന്നാണ് പറഞ്ഞത്. അറിയത്തില്ലെന്നല്ല, അവരുടെ രീതിയുണ്ട്. ഞാൻ അച്ഛൻ്റെ അമ്മയുടെ അമ്മ എനിക്ക് കൂടുതൽ ഇതുള്ളതില്ല. ഞാൻ എന്തെങ്കിലും ദേഷ്യം എന്തെങ്കിലും പറയും, അതിൽ നല്ലത് അതാ നല്ലത്. അപ്പൊ നമ്മളോട് പറയാമെന്ന് കേട്ടോ, പറയുന്നില്ല. നമ്മളോട് പറയാമെന്നാണ് പറയുന്നത്. മീൻസ് അവരുടെ ഞാൻ കൂടുതൽ ഇത് അറ്റാച്ച്ഡ് ആയോ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുമ്പോഴത്തേക്കും മകൻ എന്തായാലും പറയുമ്പോൾ അവർക്ക് വിഷമാവോ എന്നുള്ളൊരു തോന്നല്. മനസ്സിലായോ? ഇതപ്പം ചേച്ചിയൊക്കെ ഇല്ലയോ, അന്നേരം ചേച്ചി എന്നൊക്കെ ഒന്നും അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല, ഒന്ന് പറയാം. അവർ ശ്രമിച്ചിട്ടുണ്ട്. ഇടയ്ക്ക് ഒരു വീഡിയോക്കകത്ത് അച്ഛനുണ്ട്. ഞാനൊരു വീഡിയോ ചെയ്യുന്നത്, അത് നല്ലൊരു വീഡിയോ ആയിരുന്നു. എനിക്ക് എൻ്റെ പെർസ്പെക്റ്റീവ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പണ്ടത്തെ 90s കിഡിൻ്റെ പ്രത്യേകതയാണ് എവിടെയെങ്കിലും പരീക്ഷ എഴുതാൻ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ പോകുമ്പോഴത്തേക്ക് കാല് തൊട്ട് വന്നിച്ചിട്ട് പോകാന്നുള്ളത്. ഇത് ഇപ്പോഴത്തെ 2000 അറിയത്തില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ ചെയ്തായിരുന്നു, ഒരു മ്യൂസിക്കിനെ ബേസ് ചെയ്തിട്ട്. അപ്പോൾ അതിനകത്ത് അച്ഛനോട്ടിട്ടുണ്ട്. അത് അച്ഛൻ മാത്രം വേറെ എങ്ങോട്ട് നോക്കുന്ന അച്ഛൻ. അപ്പോൾ അച്ഛൻ സ്ട്രോക്ക് വന്നായിരുന്നു. അത് എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം. കാരണം വരാനുള്ള കാരണമൊക്കെ ഞാനൊരു അച്ഛൻ്റെ സ്റ്റോറി അല്ല, ബട്ട് ഒരു റിലേറ്റ് ചെയ്ത് ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് വേറെ രീതിയിൽ. അപ്പം അച്ഛനെ കുറച്ച് ഫ്രണ്ട്സാണ് കേട്ടോ, ഇവിടെ നാട്ടിലുള്ള തന്നെ ഫ്രണ്ട്സാണ്. എല്ലാവരും ചതിച്ചതാണ്. ലക്ഷങ്ങളോളം, നല്ല ഒരു വലിയ ഫാമിലി ആയിരുന്നു പുലിയിലെ. അച്ഛന് ചതിച്ചതാണ്, നല്ല രീതിയിൽ ചതിച്ചെന്ന് വെച്ചാൽ ലക്ഷങ്ങൾ കൊണ്ട് ഒരു 60 ലക്ഷം 70 ലക്ഷം. ഒരു 4 വർഷം മുന്നേ 60 ലക്ഷം രൂപയുടെ അമ്മയുടെ പ്രോപ്പർട്ടി വിറ്റിട്ടാണ് ബാക്കി കടം തീർത്തത്. അങ്ങനെ കൂടെ നിന്ന് സഹകരിച്ചിട്ടുള്ള കൂട്ടുകാരാണ് കൂടുതലും. കൂട്ടുകാരുടെ മെയിൻ പരിപാടി ഇതായിരുന്നു അച്ഛനെ എങ്ങനെ പറ്റിക്കാം, എങ്ങനെ ലക്ഷങ്ങൾ കയ്യിൽ കൊണ്ടുപോകാം. അതുകൊണ്ട് ഇനി കൂട്ടുകാരെന്ന് കേട്ട് കഴിഞ്ഞാൽ ആ ഒരു ടൈം എത്തുമ്പോൾ ഇവരെന്നെ ഇതണക്ക് തന്നെയാണ് വരുന്നത്. പ്രത്യേകിച്ച് ഇല്ല. ഇപ്പൊ മുമ്പേ പറഞ്ഞത്, ഇപ്പൊ ഞാൻ നോക്കിയപ്പോ 1.52 മില്യൺ മറ്റേ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ള ചാനലാണ്. ഇപ്പൊ റവന്യൂ വരുമ്പോഴത്തേന് പാവം ഇന്ദു ചേച്ചിക്ക് മനുഷ്യന്റെ കൊടുക്കാറുണ്ടോ? ഇല്ല. ഇന്ദു ചേച്ചി എന്താ ചോദിച്ചു വാങ്ങിക്കാത്തെ? സാഹചര്യം, അവന്റെ കാര്യം, ഞങ്ങളെ റിലേറ്റീവ്സ്, അതുകൊണ്ടല്ല, അച്ഛൻ്റെ സാഹചര്യം. 1.52 മില്യൺ ഇതുണ്ട് യൂട്യൂബേഴ്സ്. ഇതിനകത്ത് ഞാൻ ഇടുന്നത് ഫുൾ ഷോർട്സ് ആണ്. ഈ ഷോർട്സിനകത്ത് ഞാനിപ്പോൾ ഒരു 30 മില്യൺ, ഞാൻ കറക്റ്റ് റവന്യൂ പറയാം, 30 മില്യൺ വ്യൂസ് എൻ്റെ അക്കൗണ്ടിൽ വന്നാൽ എനിക്ക് വരുന്ന റവന്യൂ എത്ര ആയിരിക്കും? ഏകദേശം 30 മില്യൺ വ്യൂസ്. ഞാൻ എങ്ങനെയെങ്കിലും 30 മില്യൺ വ്യൂസ് ആക്കും. എത്ര കാണും?
ജാങ്കോ സ്പേസ് കമോൺ ഞാൻ ഒരു revenue ഷോർട്സിനകത്ത് 30 million എനിക്ക് views പണ്ടേ മാത്സ് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ മറ്റേ ഈ കണക്ക് ഞാൻ പറയാം എനിക്കും അതാ 14,000 രൂപ 14,000 30 മില്യൺ വ്യൂസിന് വരുന്നത് 14,000 രൂപ ഷോർട്സിനകത്ത് നിന്ന്. ഈ 14,000 രൂപയ്ക്കകത്ത് നിന്ന് അവിടെ കിടക്കുന്ന വണ്ടിയുടെ 16,000 രൂപ പോലും എനിക്ക് പറ്റത്തില്ല, മനസ്സിലായോ? ആ വണ്ടി എൻ്റെ അഹങ്കാരം കൊണ്ടെടുത്ത ആൾക്കാർ കണ്ടാൽ പറയും ആണ്. കാരണം എനിക്ക് ഈ ഏജിൽ എനിക്ക് എൻ്റെതായിട്ട് തോന്നിയ സംഭവം അത് മാത്രമാണ്, ഒരു വണ്ടി എന്നുള്ള പേര് മാത്രം എടുത്തതാണ്. പിന്നെ ചില ആൾക്കാർ എൻ്റെ സുഹൃത്തുക്കൾ എന്താണ്, ഞാൻ അവരുടെ ആവശ്യത്തിന് വേണ്ടി വണ്ടി എടുത്തിട്ട് അവർ ആ വണ്ടി കൊണ്ട് എൻ്റെ മുമ്പിൽ കാണിച്ച പ്രകടനങ്ങൾ കണ്ടപ്പോൾ എനിക്ക് ഒട്ടും സഹിച്ചില്ല സത്യമായിട്ട്. ഞാൻ ഭയങ്കര വണ്ടി പ്രാന്തനാണ്, അവർ ആ പ്രാന്തനെ അല്ല. അവരെ എൻ്റെ മുമ്പിൽ കണ്ടത് കാണിച്ച് ദേഷ്യത്തിൻ്റെ പുറത്ത് സത്യം പറഞ്ഞ് ഈ വണ്ടി എടുത്തത്. എനിക്ക് വണ്ടി എടുക്കാനുള്ള പ്ലാനേ ഇല്ലായിരുന്നു. എല്ലാം ഒന്ന് പ്രശ്നങ്ങളെല്ലാം മാറി പതുക്കെ എൻ്റെ ഇഷ്ടമുള്ള വണ്ടി എടുക്കണം എന്നുള്ള വ്യക്തിയാണ് ഞാൻ. എൻ്റെ എനിക്ക് 19 വയസ്സുള്ളപ്പോൾ ഞാൻ സ്വന്തമായിട്ട് ബൈക്ക് എടുത്തത് RC200. ആ സമയത്ത് RC ഇറങ്ങിയ സമയത്ത് ഇറക്കിയ വ്യക്തിയാണ്. ഫസ്റ്റ് എടുക്കുന്ന ബൈക്ക് അതാ. അങ്ങനെ ഒരു വ്യക്തിയാണ്. മീൻസ് വണ്ടിയോടുള്ള ആ ഒരു ക്രേസ് ഉണ്ട്. ഫസ്റ്റ് എടുക്കുന്ന ബൈക്ക് സാധാരണ സ്പ്ലെൻഡറോ ഗ്ലാമറോ ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് ഞാൻ നേരെ പോയി, വീട്ടുകാർ പോലും അറിഞ്ഞില്ല ഞാൻ വണ്ടി എടുത്തത്. ഞാൻ RC എടുത്ത് CC എല്ലാം അവരറിയാതെ സെറ്റ് ചെയ്ത് ഞാൻ ഇവിടെ വീട്ടിൽ ഫ്രണ്ട് കൊണ്ടുവരുമ്പോഴാണ് അറിയുന്നത് ഇതിനൊക്കെ ബൈക്ക്. ഇതൊരു അവർ പച്ചക്ക് ചോദിച്ചു ഈ ചന്തി പൊങ്ങി വണ്ടിയൊക്കെ ആണ് എടുത്തുകൊണ്ട് വരുന്നതെന്ന്. ഇത് ആരും കയറി ഇരിക്കേണ്ടതെന്നാണ് അവർ ഫസ്റ്റ് ചോദിച്ചത്. RCയുടെ ബാക്ക് പൊങ്ങിയിരിക്കുകയാണ്, ഇങ്ങനെ അവർ ഫസ്റ്റ് ചോദിച്ചത്. ബട്ട് അവർക്ക് പ്രശ്നമില്ല, കാരണം ഞാൻ തന്നെ CC അടച്ചു, ഞാൻ വണ്ടി കൊടുത്തു. എൻ്റെ ആഗ്രഹം തീർന്നതല്ല. ഒരു ടൈം എത്തുമ്പോൾ എനിക്ക് ഇവിടെ പറയില്ലേ കൊല്ലത്ത് സ്ഥിരമായിട്ട് പോകണം, RCക്കകത്ത് പോക്ക് കിടക്കത്തില്ല, 35 മൈലേജ് RC ഉള്ളവർക്കറിയാം. അപ്പം ഞാൻ ഇലക്ട്രിക് സ്കൂട്ടർ എടുത്തു. അതിപ്പോൾ 30,000 കിലോമീറ്റർ വണ്ടി ഓടി. വിഷ്ണു എന്താ ഇപ്പൊ പഠിക്കുകയാണോ വർക്ക് ചെയ്യുകയാണോ ഇതല്ലാതെ? ഞാൻ MSc കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞ വ്യക്തിയാണ്, പാസ് ഔട്ടാണ്. എനിക്ക് ഡിഗ്രി സ്റ്റുഡൻസിനെ എടുക്കാനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ട്, പഠിപ്പിക്കാനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ട്. ബട്ട് ഇനി എൻ്റെ ഇഷ്ടപ്പെട്ട ഫീൽഡ് അല്ലായിരുന്നു, സാഹചര്യം മൂലം പോയതാണ്. ഇപ്പം ഞാൻ PSC നോക്കുന്നുണ്ട്, ടിപ്സിൽ PSC പോകുന്നുണ്ട്. പക്ഷേ അപ്പോൾ അതിനും പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അപ്പോൾ ഇടയ്ക്ക് പോകുന്നുണ്ട്. ഞാൻ ഇപ്പോൾ ഒരു കണ്ണൂർ ഇടയ്ക്ക് പോകണമെന്ന് വന്നു. അവർ ഫ്രണ്ട്സ് ഇവിടെ ഉണ്ട് കേട്ടോ, ഒരു ഉത്സവത്തിന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ വിഷ്ണുവിന് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അതായത് വിഷ്ണു വീഡിയോസ് ഒക്കെ എടുക്കുമ്പോൾ വിഷ്ണുവിന്റെ അനിയനുണ്ട് ഹരിയാണ് ഇവരെ ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ വേറെ നിഖിലുണ്ട്, ശരത്തുണ്ട്. അപ്പൊ അവരെയൊക്കെ നമുക്കൊന്ന് കാണാം അല്ലേ? അപ്പം അവരെയൊക്കെ വിളിച്ച് കണ്ടിട്ട് നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം. അപ്പം അവരെന്ത് വിളിക്കൂ. അപ്പൊ നമ്മൾക്ക് നമ്മുടെ വിഷ്ണുവിന്റെ വീഡിയോസിന് വിഷ്ണുവിനെ ഹെൽപ്പ് ചെയ്യുന്ന 1-2 പേരുണ്ട്. വിഷ്ണുവിന്റെ അനിയനുണ്ട് ഹരി, അതേപോലെ ശരത്തുണ്ട്. അപ്പൊ 2 പേരെ ഇങ്ങോട്ട് വിളിക്കാം. ശരത്, ഹരി വാ. എങ്ങോട്ട് നിൽക്കണം? അവിടെ നിന്നോ അല്ലേ? രണ്ടറ്റത്തും തൂണുകളെ പോലെ നിന്നോളൂ. അപ്പൊ ഇവരാണ് ശരത്ത്, ഹരി. ഇത് ഹരി വിഷ്ണുവിന്റെ അനിയനാണ്. അപ്പൊ ഇവരാണ് ഹെൽപ്പ് ചെയ്യുന്നത് അല്ലേ? ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ വിഷ്ണു പറയൂ. ഹെൽപ്പ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിനയിക്കാൻ പറയും, പക്ഷെ കേൾക്കത്തില്ല. അതെന്താ അഭിനയിക്കാത്തെ ഹരി? ഇൻട്രസ്റ്റ് ഇല്ല. പിന്നെ എന്തിനാ ഇൻട്രസ്റ്റ് ഉള്ളത്? ഡയറക്ഷൻ, മറ്റേ ഫോട്ടോഗ്രാഫി, എന്തിനാണ് ഇൻട്രസ്റ്റ് ഉള്ളത്? പുള്ളിക്ക് ട്രെൻഡിനനുസരിച്ച് നടക്കാൻ ഇഷ്ടം, മനസ്സിലായോ? ഒരു മോഡല് പോലെ നടക്കാൻ ഇഷ്ടം. ബട്ട് മോഡലിന് പോകണം അതുമില്ല. അപ്പൊ ആ ഒരു ടൈപ്പ് ക്യാരക്ടറാണ്. ശരത്ത് വർക്കിംഗ് കിട്ട്, ഒരു ഫാമിലി കട്ടപ്പണി എടുക്കല്ലേ, എന്ത് ജോലിയും ചെയ്യുക. ഓക്കെ, ഇനിയും നമ്മളെല്ലാരും പ്രേക്ഷകരൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് വിഷ്ണുവിന്റെ അച്ഛനും അമ്മയും. അപ്പൊ എല്ലാരും വിചാരിക്കുന്നത് ഇന്ദു ചേച്ചി ആയിരിക്കും അമ്മ എന്ന് പറഞ്ഞിരിക്കുകയാണ്. പക്ഷെ ശരിക്കുള്ള അച്ഛനും അമ്മയും ഇവിടെ ഉണ്ട്, നമുക്ക് അവരെ വിളിക്കാം. ആന്റി, അങ്കിൾ, വീഡിയോക്ക് മുമ്പിൽ ഒന്ന് വാ, കാരണം എല്ലാരും ചോദിക്കുന്നല്ലേ വിഷ്ണുവിന്റെ അമ്മ ഏതാ അച്ഛൻ ഏതാന്നൊക്കെ. അങ്കിളിന്റെ പേരെന്താ? മോഹനൻ. ഓക്കെ, അപ്പം എന്താണ് ഇവരെന്താ കൊണ്ടുവരാത്ത വീഡിയോക്കകത്ത്? ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പൊ എന്താ ആന്റി അങ്കിളും എന്താ വിഷ്ണുവിന്റെ വീഡിയോസ് ഒന്നും വരാത്തെ? അവരെന്നെ പറയട്ടെ, പ്രശ്നമില്ല. അതെ, പറയൂ. ഞങ്ങൾക്ക് താല്പര്യമില്ല. ഓക്കെ, വിഷ്ണു എപ്പോഴെങ്കിലും ഇവരെ കാണാൻ പറ്റും നമുക്ക് വീഡിയോസിനകത്തൊക്കെ? ഒരെണ്ണത്തിനകത്ത് അച്ഛനെ അഭിനയിച്ചായിരുന്നു. അപ്പൊ ഇവരാണ് ഇപ്പൊ വിഷ്ണുവിന്റെ എന്ന് പറഞ്ഞൊരു ക്രിയേറ്റീവ് ഫാമിലി എന്ന് പറയാൻ പറ്റും അല്ലേ? കുറച്ച് പേരുടെ ഉണ്ട്. ആരൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ആദ്യമേ കൽക്കണ്ട് മീഡിയ എന്ന ടീമുണ്ട്, അനസ്, SR, പൊടിയൻ, അങ്ങനെയൊക്കെയുള്ള അവർ ഉണ്ട്. എൻ്റെ ചങ്ക് ഫ്രണ്ട്സാണ്. ബട്ട് ഇപ്പം കുറച്ച് പ്രശ്നങ്ങളായില്ല. രണ്ടാമത് നമ്മുടെ GP റൈഡർ പോയി മിസ്റ്റർ സോഡ്ജി, VQ വ്ളോഗ്സ്, ഞങ്ങളുടെ വാസ്റ്റ് ടീം ആയിരുന്നു. അവരും ഇപ്പോൾ ഇല്ല. ഓക്കെ, ഇപ്പം ഞങ്ങളുടെ ടീം ഇവിടെ ഉള്ളത് യശസ് ഉണ്ട്, വിഷ്ണു ഉണ്ട്. അതിനോടൊപ്പം തന്നെ പിന്നെ ഈ സറൗണ്ടിങ്ങിലുള്ളവരെല്ലാവരും നമ്മളെ ഭയങ്കര ഹെൽപ്പാണ്. ഇവരെല്ലാവരും ഉണ്ടായിട്ടാണ് വീഡിയോ എടുക്കാൻ പറ്റുന്നത്. അപ്പം ഇവരൊക്കെയാണ് ഞങ്ങളുടെ ടീം. ഇവിടെ എൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളവർ എൻ്റെ ടീം, എൻ്റെ കൂടെ നിൽക്കാൻ പറ്റുന്നവർ. കാരണം എൻ്റെ സിറ്റുവേഷൻ കാരണം ഞാൻ ചിലപ്പം പല രീതിയിൽ റിയാക്ട് ചെയ്യുന്നവർ, അവർക്ക് എങ്ങനെ റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നു കൂടെ നിൽക്കുന്നവർ. അപ്പം ഫുഡ്. ഓക്കെ, അപ്പം എന്താണ് ഇന്ദുചൂടൻ്റെ ഭാവി
ഭാവി പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് എല്ലാ മലയാളികളുടെയും ആഗ്രഹം മനസ്സമാധാനത്തോടെ ജീവിക്കാൻ കഴിയും. എനിക്ക് കൂട്ടുകുടുംബം ഇഷ്ടം, പക്ഷെ അത് നടക്കുമെന്ന് അറിയത്തില്ല. ഒരു കൂട്ടുകുടുംബത്തോടെ എല്ലാ റിലേറ്റീവ്സും എല്ലാവരും അടുപ്പിച്ച് നിന്ന് നമ്മളെ ഉത്സവങ്ങളും നമ്മളെ ആഘോഷങ്ങളും എല്ലാം ആഘോഷിച്ച് ജീവിക്കാൻ പറ്റണം എന്നാണ് സാധാരണ ജീവിതം. പക്ഷെ ട്രാവൽ ചെയ്യാൻ ഭയങ്കര ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇടയ്ക്ക് ടൂറിസ്റ്റ് ടാക്സി ഒക്കെ ഓടിക്കാൻ പോയിട്ടുണ്ട്. നിങ്ങൾ ആരും അറിഞ്ഞിട്ട് പോലുമില്ല. ഞാൻ ഈ കണ്ടന്റ് ക്രിയേഷൻ നടക്കുന്നതിനിടയ്ക്ക് ടൂറിസ്റ്റ് ടാക്സി ഓടിച്ചിട്ടുണ്ട്. അങ്ങനെ മൂന്നാർ, തേക്കടി അങ്ങനെയുള്ള കുറേ സ്ഥലങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. അത് നടന്നല്ലോ. ഈ ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഇതും നടക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. അജീഷേട്ടൻ എന്താണ് കല്യാണം കഴിഞ്ഞ് ഹണിമൂണൊക്കെ പോയി അടിപൊളിയായിട്ട് ലൈഫ്? ഇനിയൊരു ഇപ്പം കൃഷി വീഡിയോയുടെ കൂടെ തന്നെ നമ്മുടെ വൈഫിനെയും കൂടെ ഫാമിലി ബ്ലോഗായി മാറും അല്ലേ? നല്ല താല്പര്യമാണ്. ഇടയ്ക്ക് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പം വീഡിയോസിനകത്ത് വന്നു തുടങ്ങി, 2-3 വീഡിയോ ആയി. ഇന്ന് ചേച്ചി അപ്പം ഇവർക്കൊപ്പം ഇങ്ങനെ കട്ടക്കിനി രണ്ടുപേർക്കും ഒപ്പം രണ്ടുപേരുടെ അമ്മയായിട്ട് 2 മക്കളുണ്ട്. ജസ്റ്റ് ഇവ അഭിനയിച്ചിട്ടുണ്ട്, രണ്ടുപേരും ഉണ്ട്. ഇത് ചേച്ചിയുടെ മക്കളാണ് കേട്ടോ. പേരെന്താ? സ്വാരസ്. വെറൈറ്റി പേരാണല്ലോ. എന്താ പേര്? സായന്ത്. ഇത് കൊള്ളാം. ഇത് 2 പേരുടെ വെറൈറ്റി പേരാ. വായി പോലും കൊള്ളുന്നില്ല. ഓക്കെ, എന്തായാലും ഇത്രയും വലിയ നമ്മളെ തുടക്കത്തിൽ 3 പേരുണ്ടായത് ഇന്റർവ്യൂ ആണ്. ഇപ്പൊ വലിയൊരു ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ ഉത്സവം എല്ലാവരും ബിസിയാണ്. അപ്പൊ എന്തായാലും അടിപൊളിയാവട്ടെ. താങ്ക് യു സോ മച്ച്. അപ്പൊ ഉത്സവമൊക്കെ കലക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്.